എല്ലാവർക്കും മനോരമ ഹോത്തൂസിൻ്റെ മനോഹരമായിട്ടുള്ള വേദിയിലേക്ക് സ്വാഗതം. ശ്രീ സണ്ണി ജോസഫ്, സ്വാഗതം. തൊട്ടു മുമ്പ് സമാപിച്ച സെഷൻ പത്രപ്രവർത്തനത്തിൻ്റെ ചരിത്രം, അതിലെ പുതുമകൾ, അതേക്കുറിച്ചെല്ലാമായിരുന്നു. നമ്മുടെ സെഷൻ പക്ഷേ അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ്. രാജ്യത്തെ തന്നെ ഏറ്റവും പഴക്കമുള്ള പാരമ്പര്യമുള്ള രാഷ്ട്രീയ കക്ഷിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് നമ്മുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. അതും തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലെ സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പിനെ നമ്മുടെ സംസ്ഥാനം നേരിടുമ്പോൾ ആണ് അദ്ദേഹം നമുക്ക് മുന്നിലെത്തുന്നത്. തീർച്ചയായിട്ടും നമുക്ക് രാഷ്ട്രീയത്തിലെ എന്താ പറയുക, മത്സര രാഷ്ട്രീയം, അതിൻ്റെ മറ്റു തരത്തിലുള്ള ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ, അതേപ്പറ്റിയെല്ലാം അദ്ദേഹത്തിൽ നമുക്കറിയാം. അതിനു മുന്നേ നമുക്ക് അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തെക്കുറിച്ചും വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളെപ്പറ്റിയും വ്യക്തി സവിശേഷതകളെപ്പറ്റിയും കൂടി അറിയാമെന്ന് കരുതുന്നു. കാരണം അദ്ദേഹം മലബാറിൻ്റെ ഒരു രാഷ്ട്രീയ ഭൂമികയിൽ നിറഞ്ഞു നിന്ന ഒരാളാണ്. അതിനുശേഷം കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയത്തിലേക്ക് മുൻനിരയിലേക്ക് വന്ന ഒരാളാണ്. പരിചയസമ്പന്നനായൊരു വ്യക്തിയാണ്. ഒരുപക്ഷെ സണ്ണി ജോസഫ് എന്ന പേര് നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുന്നത് പതിവ് രാഷ്ട്രീയ മുഖങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ സവിശേഷതകളുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. സൗമ്യമായ, എപ്പോഴും ചിരിക്കുന്ന മുഖത്തോടെ മാത്രം നമുക്ക് മുന്നിൽ വരുന്ന, എപ്പോഴും വളരെ സഭ്യമായ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്ന, വിക്ഷോഭമില്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ, പൊതുസമൂഹത്തിന് മുന്നിൽ എത്തുന്ന ഒരാളാണ്. അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുക ഒട്ടും എളുപ്പമല്ല. അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള മറുപടികൾ ഒരുപക്ഷെ കിട്ടുക എളുപ്പമല്ല. എൻ്റെ ആദ്യത്തെ ചോദ്യം, എന്താണ് ഇത്രയും സൗമ്യമായിട്ട് മനോഹരമായിട്ട് പെരുമാറാനുള്ള ഒരു സിദ്ധി? കാരണം രാഷ്ട്രീയം അങ്ങേയറ്റം കലുഷിതമാണ്. നമുക്കറിയാം, മുൻപ് പരസ്പര ബഹുമാനത്തോടെ സംസാരിച്ചിരുന്ന രാഷ്ട്രീയ പ്രവർത്തകർ പോലും മാധ്യമ ചർച്ചകളിലും അല്ലാതെയുമെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കുകയും കടുത്ത വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് ഇത്രയും സൗമ്യമായിട്ട് എങ്ങനെ പെരുമാറാൻ അങ്ങേക്ക് സാധിക്കുന്നു? അതിന് പ്രത്യേക പരിശീലനമോ അല്ലെങ്കിൽ പ്രത്യേക നിശ്ചയമില്ല. അത് ജന്മനാ ഉള്ളതാണ്. ബാല്യകാലം മുതലുള്ള പെരുമാറ്റ രീതിയാണ്. എന്തെങ്കിലും അതിന് നന്മയുണ്ടെങ്കിൽ ക്രെഡിറ്റ് ഗോസ് ടു മൈ പേരൻസ്. എൻ്റെ മാതാപിതാക്കളുടെ നന്മയായിരിക്കാം ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ സാധിക്കുന്നതും വലിയ ഈർഷ്യയില്ലാതെ സഭ്യമായ രീതിയിൽ തന്നെ സംസാരിക്കാൻ ശ്രമിക്കുന്നത് ഒരു രീതിയായിട്ട് തന്നെ രാഷ്ട്രീയത്തിലെ ഞങ്ങളുടെ മാതൃകകളും അങ്ങനെയാണ്. കെ ആൻ്റണി, ഉമ്മൻചാണ്ടി അവരൊക്കെ സ്വീകരിച്ചൊരു മാതൃകയുണ്ട്. പക്ഷേ കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള നേതാവായ ശ്രീ കെ സുധാകരൻ്റെ പിൻഗാമിയായിട്ടാണ് അങ്ങ് ഈ സ്ഥാനത്തേക്ക് വരുന്നത്. ശ്രീ സുധാകരൻ്റെ ശൈലി എന്ന് പറയുന്നത് പൊട്ടിത്തെറിക്കുന്ന, അദ്ദേഹം ഒരു ക്ഷുഭിത യൗവനത്തിൻ്റെ, രാഷ്ട്രീയത്തിലെ ക്ഷുഭിത യൗവനത്തിൻ്റെ പ്രതിനിധി എന്ന് പറയാവുന്ന ഒരാളാണ് കെ സുധാകരൻ. അദ്ദേഹം എല്ലായ്പ്പോഴും എതിരാളികളോട് ഒരിക്കലും മാർദ്ദവമുള്ള വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്നത് നാം കേട്ടിട്ടില്ല. പക്ഷേ ശ്രീ സണ്ണി ജോസഫ് അദ്ദേഹത്തോട് വളരെ ചേർന്ന് നിന്ന് അദ്ദേഹത്തിൻ്റെ ഒപ്പം വളർന്ന, അദ്ദേഹത്തെ കണ്ടു വളർന്ന ഒരു നേതാവാണ്. പക്ഷേ കെ സുധാകരൻ്റെ ശൈലിയിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് ശ്രീ സണ്ണി ജോസഫിൻ്റെ ശൈലി. എന്തായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനം, ഒരു സുധാകര സ്വാധീനം ഒട്ടുമുണ്ടാകാത്ത ഒരു നേതാവ്? അല്ല, ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് രൂപപ്പെട്ട് വരുന്നതിന് ശേഷമാണ് സുധാകരനും ഞാനുമായി, അദ്ദേഹം DCC പ്രസിഡൻ്റായിരുന്നു, ഞാൻ ജനറൽ സെക്രട്ടറി ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു. അദ്ദേഹം DCC പ്രസിഡന്റ് മാറി മന്ത്രിയായപ്പോൾ എന്നെ പ്രസിഡൻ്റായിട്ട് അദ്ദേഹം തന്നെ നിർദ്ദേശിച്ചു. പിന്നെ അതിൻ്റെ ഒരു രണ്ടാം ഘട്ടം KPCC അദ്ദേഹം പ്രസിഡന്റ് ഒഴിഞ്ഞപ്പം എൻ്റെ പേര് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, താനാണെങ്കിൽ ഞാൻ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. അത് അദ്ദേഹം 2-3 വട്ടം എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അപ്പം ഞങ്ങൾ തമ്മിലുള്ള വ്യക്തി സൗഹൃദം നിലനിൽക്കുന്നു. സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ്ങിൽ, പ്രസംഗത്തിൽ അദ്ദേഹം നേരിടുന്ന വെല്ലുവിളികളുണ്ട്. പേഴ്സണലായിട്ട് സുധാകരനെ ആ രൂപത്തിലാക്കുന്നത് സാഹചര്യങ്ങളാണ്. അദ്ദേഹത്തിനെതിരെ വധശ്രമങ്ങളുണ്ടായിട്ടുണ്ട്, വെല്ലുവിളികളുണ്ടായിട്ടുണ്ട്, കള്ളക്കേസുകളുണ്ടായിട്ടുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കോളേജ് ജീവിതം തന്നെ അങ്ങനെയായിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ കണ്ണൂരിൻ്റെ ഈ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗത്ത് നിൽക്കാൻ അദ്ദേഹം നിർബന്ധിതനായി. വിദ്യാർത്ഥി രാഷ്ട്രീയം ഞാനങ്ങനെയല്ല, ഞാൻ മലയോര പ്രദേശം കുറേ കൂടി ശാന്തമാണ്.
പക്ഷേ എനിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളും നിലപാടുകളും ഉണ്ട് രാഷ്ട്രീയത്തിൽ. അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് എനിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ആരാണ് അതിൻ്റെ മുൻകൈ, ആരാണ് അതിനെ നേതൃത്വം നൽകുന്നത്, ആരാണ് അതിനെ ഒരു നയമായിട്ട് രൂപീകരിക്കുന്ന ആരാണെന്ന് അത് ഞങ്ങളുടെ എതിരാളികളെ തുറന്നു കാട്ടാനും സാധിച്ചിട്ടുണ്ട്. സുധാകരൻ പല കാര്യത്തിലും അദ്ദേഹം നിരപരാധിയാണ് എന്ന പൊളിറ്റിക്കൽ റിയാലിറ്റി, ലീഗൽ റിയാലിറ്റി അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ രൂപവും ഭാവവും പ്രസംഗവും ശൈലിയും ഒക്കെ രണ്ടും രണ്ടാണ്. പക്ഷേ പ്രവർത്തകരും കണ്ണൂരിലെ സഹപ്രവർത്തകരും ഞങ്ങളെല്ലാവരും ഒന്നിച്ച് അദ്ദേഹത്തെ ലീഡറായിട്ട് കണ്ട് എന്നെയും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി കണ്ട് മുന്നോട്ട് പോകും. നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ വരുന്നതിന് മുമ്പ് മറ്റു ചില കാര്യങ്ങൾ കൂടി വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തി ജീവിതത്തെപ്പറ്റി ചോദിക്കാനുണ്ട്. എന്നോട് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ പറഞ്ഞു, അങ്ങ് ഒരു ഗാന്ധിയൻ പാർട്ടിയുടെ, ഗാന്ധിയൻ ആദർശങ്ങൾ വഹിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അപ്പോൾ ഗാന്ധിസം എന്ന് പറയുന്നത് ഒരുപാട് ആദർശങ്ങളും ആശയങ്ങളും ഉൾപ്പെടുന്ന ഒരു സംഹിതയാണ്, ഒരു ജീവിത സംഹിതയാണ്. അപ്പോൾ അതിൽ ലാളിത്യം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. KPCCയുടെ അധ്യക്ഷനായിരിക്കുമ്പോഴും അദ്ദേഹം സിറ്റിംഗ് MLA കൂടെയാണ്. അതുകൊണ്ട് അദ്ദേഹം MLA ഹോസ്റ്റലിൽ താമസിക്കുന്നു, KPCCയുടെ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു, ക്യാൻറ്റീൻ ഇല്ലാത്തപ്പോൾ തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ വളരെ സിമ്പിളായിട്ട് വേണമെങ്കിൽ KPCC പ്രസിഡന്റ് എന്നുള്ള ഒരു പദവിയുടെ വലുപ്പത്തിനും മഹത്വത്തിനും അനുസരിച്ച് കുറച്ചുകൂടി എന്താ പറയുക, ആഡംബരമല്ല, കുറച്ചുകൂടി സൗകര്യത്തോടെ നടക്കാവുന്ന ഒരു വ്യക്തിയാണ് ശ്രീ സണ്ണി ജോസഫ്. പക്ഷേ അദ്ദേഹം ഒരു ലളിതമായ ഒരു ശൈലി, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി പോലെ തന്നെയാണ് ജീവിതശൈലി. എങ്ങനെയാണ് ആ ലാളിത്യം അങ്ങയിലേക്ക് കടന്നു വന്നത്? ഒന്ന്, ഞാൻ ജീവിത പ്രയാസങ്ങൾ അനുഭവിച്ച് തന്നെ വളർന്നു വന്നതാണ്. ഒരു സാധാരണ കർഷക കുടുംബത്തിൽ നിന്ന് ബുദ്ധിമുട്ടൊക്കെ സഹിച്ച് പഠിച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ, ഇപ്പം ഞാൻ എറണാകുളത്ത് പഴയ യൂത്ത് കോൺഗ്രസ് ഓഫീസിലിൻ്റെ ഭാഗത്തൂടെ, സെൻറ്റ് ആൽബർട്ട്സ് കോളേജിൻ്റെ ഭാഗത്തൂടെ കടന്നു വന്നപ്പോൾ, അവിടെ KSU പ്രവർത്തകനായിരുന്നപ്പോൾ ഞാൻ തൊടുപുഴ പഠിക്കുന്ന കാലത്ത് ഇവിടെ വന്നിട്ട് യൂത്ത് കോൺഗ്രസ് ഓഫീസിൽ താമസിച്ച് ഓർക്കുന്നുണ്ട്. ഇടയ്ക്ക് അന്നത്തെ കാലത്ത് എവിടെയാണ് താമസിച്ചതെന്ന് ചോദിച്ചപ്പം മനോരമയിലാണ് കടന്നതെന്ന് പറഞ്ഞ അനുഭവമുണ്ട്. മനോരമയിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ കോട്ടയത്തെ മനോരമയുടെ റെസ്റ്റ് ഹൗസോ അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള ഹോട്ടലോ അല്ല, മറിച്ച് KSRTC ബസ് സ്റ്റാൻഡിൽ ഒരു മലയാള മനോരമ പത്രം മേടിച്ച് വായിച്ച് അതിൽ കിടന്നുറങ്ങിയ രാഷ്ട്രീയ പ്രവർത്തനം ഞങ്ങളെല്ലാവരും, ഞാൻ മാത്രമല്ല എൻ്റെ മുൻതലമുറയും ഞങ്ങളുടെ ആ ബാച്ചും എല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളിന് പിന്നെ മുന്നോട്ട് വരുമ്പോഴും ലാളിത്യം കഴിയുന്നത്ര, ഞങ്ങളാരും ഗാന്ധിക്ക് സമന്മാരല്ല, നെവർ വി ആർ, ഒരിക്കലും ആകാൻ കഴിയില്ല. അത് എത്രയോ ഉയർന്ന ലോകത്തങ്ങനെ വേറൊരാളില്ല. പക്ഷെ കഴിയുന്നത്ര സിമ്പിളാകാൻ, ജനങ്ങളുടെ പ്രതിനിധിയാകാൻ, അനാവശ്യ ആർഭാടങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. അനാവശ്യ ആർഭാടങ്ങൾ ഒഴിവാക്കാൻ എന്നോട് KPC പ്രസിഡൻ്റായപ്പോൾ വീട് വേണ്ടതെന്ന്, വീട് വേണമെങ്കിൽ വാടകയില്ലാതെ തരാനും തയ്യാറായ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവിടെയും ഓർമ്മിച്ചത്, KPC പ്രസിഡൻ്റാകുമ്പം MLA ഹോസ്റ്റലിലെ പഴയ 219 പഴയ ബ്ലോക്കിലെ ഒറ്റ മുറിയിലാണ് താമസം. ഇന്നെനിക്ക് എന്തായാലും ഫ്ലാറ്റെങ്കിലും ഉണ്ട്, അത് മതി. ദാറ്റ് ഈസ് ഇനഫ് ആൻഡ് മോർ. അങ്ങയുടെ ഒരു മാതൃക ശ്രീ AK ആൻ്റണി ആണെന്ന് തോന്നുന്നു. രാഷ്ട്രീയത്തിൽ എൻ്റെ ഒന്നാമത്തെ മാതൃക AK ആൻ്റണിയാണ്. അത്രയും ഞാനും. അത് അദ്ദേഹത്തിൻ്റെ ആ നിലയിലേക്ക് എത്താൻ കഴിയില്ലെങ്കിലും അതൊരു മാതൃക തന്നെയാണ്. ഈ പലപ്പോഴും നമ്മൾ ഇപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും എല്ലാം ഒരു വേദിയായിട്ടാണ് നമ്മൾ കരുതുന്നത്. ഇപ്പം ഇടതുപക്ഷ രാഷ്ട്രീയത്തിലാണെങ്കിൽ എല്ലാവരും പരസ്പരം വിളിക്കുന്നത് സഖാവ് എന്നാണ്. പിണറായി വിജയനെയും അവർ സഖാവ് എന്ന് വിളിക്കുന്നു. കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മിക്കപ്പോഴും കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ പൊതുവിലൊരു UDF രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ സഖാവ് എന്നാരും പറയാറില്ല. പക്ഷേ പലരും വിളിക്കുന്നത് സാർ എന്നാണ്. ഇപ്പം AK ആൻ്റണി അദ്ദേഹത്തിന് സമകാലികരും സീനിയോറിറ്റി ഉള്ളവർ ഒരുപക്ഷെ AK എന്ന് വിളിക്കുമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിളിക്കുമായിരിക്കാം. ശ്രീ ഉമ്മൻചാണ്ടിയെ പലരും കുഞ്ഞുഞ്ഞെന്ന് വിളിച്ചിട്ടുണ്ട്. പക്ഷേ അല്ലാത്ത ഉള്ള പ്രവർത്തകരും മറ്റാളുകളെല്ലാം സാർ എന്നാണ് വിളിക്കുന്നത്. ഉമ്മൻചാണ്ടി സാർ, ആൻ്റണി സാർ. ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ പലരും രമേശ് ജി എന്ന് വിളിക്കാറുണ്ട്. വയലാർ രവിയെ അദ്ദേഹത്തിന് വയലാർ ജി എന്നാണ് എല്ലാവരും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും വിളിക്കുന്നത്. ശ്രീ സണ്ണി ജോസഫിൻ്റെ മുൻഗാമിയായിട്ടുള്ള K സുധാകരനിലേക്ക് വരുമ്പോൾ അതിൽ ചെറിയൊരു മാറ്റമുണ്ട്. അദ്ദേഹം എല്ലാവരുടെയും സുധാകരേട്ടനാണ്. സുധാകരേട്ടനാണ്. അപ്പോൾ അത് ഒരുപക്ഷെ കൊളോക്കിയലി നമ്മൾ പറയുമ്പോൾ കൊച്ചിയിൽ ആളുകൾ വിളിക്കുന്ന പോലെ ആയിരിക്കില്ല കണ്ണൂരുള്ളവർ വിളിക്കാമെന്ന് മാത്രം. അങ്ങ് ദീർഘകാലം അഭിഭാഷകനായിരുന്നു. ദീർഘകാലം എന്ന് പറയുന്ന ഒരുപക്ഷെ മേ ബി റോങ്.
പക്ഷേ അദ്ദേഹം ഒരു ലോയറായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വക്കീൽ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ആളുകൾ ബഹുമാനപൂർവ്വം പറയുന്ന ഒരു കാര്യമാണ്. അപ്പം സണ്ണി വക്കീൽ എന്ന് അദ്ദേഹത്തെ നാട്ടിലുള്ളവർ, കണ്ണൂരുകാർ, മലബാറുകാർ വിളിക്കും. പക്ഷേ എറണാകുളം സൈഡിലോട്ട് വരുമ്പോൾ ഒരുപക്ഷെ സണ്ണി ചേട്ടൻ എന്നായിരിക്കും വിളിക്കുക. അപ്പോൾ സത്യത്തിൽ അങ്ങ് മനസ്സിൽ എന്താണ് ആഗ്രഹിക്കുന്നത്? അപ്പോൾ എന്തുകൊണ്ടാണ് ആ വിളിയിൽ ഒരു വൈവിധ്യങ്ങളും ഭേദങ്ങളും? സാറിന് വിളിക്കുന്നത് കേൾക്കാൻ എനിക്കിഷ്ടമല്ല. സത്യത്തിൽ ആ വിളി കേൾക്കുമ്പോൾ ഒരു അലർജി, അത് ഒരു അകൽച്ച, സംതിങ് ഡിസ്റ്റൻസ് തോന്നുന്നു സാറിന് വിളിക്കുന്നത്. വക്കീലിനെ വിളിക്കുന്നത് കേൾക്കാൻ എനിക്കിഷ്ടമാണ്. അത് നമ്മൾ ഒരു പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുത്ത് വന്നതുകൊണ്ട്. എന്നെ നിയമസഭയ്ക്കകത്തും വക്കീലെന്ന് എല്ലാവരും വിളിക്കുന്ന ഒരാൾ ചിലപ്പോൾ ഞാനായിരിക്കും. വേറെ എമിനൻ്റ് ലോയേഴ്സ് ആർ ദെയർ. പക്ഷെ എന്നാൽ പോലെ എല്ലാവരും സണ്ണി വക്കീലെന്ന് വിളിക്കുന്ന. ഇപ്പോൾ ഷൈല ടീച്ചറും ഞാനും തമ്മിൽ മത്സരിച്ചതാണ്. ടീച്ചർ എന്നെ കണ്ടാൽ എപ്പോഴും വക്കീലെന്ന് വിളിക്കും, ഞാൻ ടീച്ചറെന്ന് വിളിക്കും. അപ്പോൾ അത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇടയ്ക്ക് എന്നെ പ്രസിഡൻ്റ് എന്ന് വിളിക്കും. ഇപ്പോൾ പ്രസിഡന്റ്, നേരത്തെ വക്കീലെന്നാണ് വിളിക്കുന്നത്. PC വിശ്വനാഥ് എന്നെ അറിയാതെ വക്കീലെന്നും വിളിക്കും, ഇടയ്ക്ക് പ്രസിഡൻ്റ് എന്ന് തിരുത്തും. പക്ഷേ എനിക്ക് കൂടുതലിഷ്ടം വക്കീലാണ്, അതിന് മാറ്റമില്ലല്ലോ. ഒരു കൗതുകമുള്ള ഒരു കാര്യമാണ് എല്ലാവരും. പക്ഷേ ആ വിളിയിൽ മാറ്റം വന്നു അല്ലേ? വക്കീൽ എന്നുള്ള വിളിയിൽ നിന്ന് പലരും പ്രസിഡന്റിലേക്ക് മാറി. പ്രസിഡന്റ് കോൺഗ്രസിൻ്റെ ഒരു ശൈലി, നേരത്തെ മനോജ് പറഞ്ഞത് വ്യത്യസ്തം. പ്രസിഡന്റ് ആയാൽ പിന്നെ ഇപ്പം ഞാനിപ്പോൾ രമേശ് ജിയെ കാണുമ്പം പ്രസിഡന്റ് എന്നാണ് വിളിക്കുന്നത്. പഴയ ഓർമ്മയിൽ രമേശ് ചെന്നിത്തല, VK ആന്റണിയെയും പ്രസിഡന്റ് എന്നാണ് വിളിക്കുന്നത്. വയലാർ രവീനെ വയലാർ ജി എന്നാണ് വിളിക്കുന്നത്. ഉമ്മൻചാണ്ടി ഞങ്ങളെല്ലാം പ്രായം കുറഞ്ഞൊരു പേര് വിളിക്കും. അത് ഉമ്മൻചാണ്ടിയുടെ ഒരു കൊച്ചുകുട്ടികൾ വരെ അദ്ദേഹത്തെ ഉമ്മൻചാണ്ടി എന്ന് വിളിക്കും. അങ്ങനെയായിരുന്നു. AK കുറിച്ച് AK അല്ലാത്ത മറ്റുള്ളവരോട് പറയുമ്പോൾ AK എന്ന് പറയും. VK ആന്റണിയെ കാണുമ്പോൾ പ്രസിഡന്റ് എന്ന് പറയും. ആ വിളി എന്ന് പറയുന്നത് ഏത് കാര്യത്തിലാണല്ലോ അത് നമുക്കൊരു അടുപ്പം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. ലീഡർ എന്ന് വിളിക്കുന്നത് എന്താ? ലീഡർ എല്ലാവരും ലീഡർ വേറൊരു പൊസിഷനാണ്. അദ്ദേഹം പാർലമെന്ററി പാർട്ടിയുടെ ലീഡറായി. ആ പേര് വേറെ ആർക്കും കിട്ടിയിട്ടില്ല. പാർലമെന്ററി പാർട്ടിയുടെ ലീഡറായിട്ട് AK ആന്റണിയും വന്നിട്ടുണ്ട്, ഉമ്മൻചാണ്ടിയും വന്നിട്ടുണ്ട്, രമേശും വന്നിട്ടുണ്ട്, സതീശനും ഇപ്പോൾ ഇരിക്കുന്നു. പക്ഷേ അവർക്കാർക്കും ലീഡർ എന്നുള്ള പേര് ഞാൻ അർഹൻ കരുണാകരനാണ്. അദ്ദേഹത്തെ എല്ലാവരും ലീഡർ എന്ന് തന്നെ വിളിച്ചു. ഇനിയും എന്തായാലും ആ വിളിയിലേക്ക് പുതിയൊരു ലീഡർ എത്താനോ നമുക്ക് ഇപ്പോഴത്തെ സാധ്യമല്ല. പറഞ്ഞില്ലേ, AK ആന്റണി ഉൾപ്പെടെ ഉമ്മൻചാണ്ടി ഉൾപ്പെടെ ആരും ആ ലീഡർ എന്നുള്ള പേരിലേക്ക് ആളുകൾ ആരും അവരെ വിളിച്ചില്ല. അറിയാം, ലീഡർ ഒരു ചിരപ്രതിഷ്ഠനാണ്. അത് സംതിങ് എക്സെപ്ഷണൽ. ഇനിയിപ്പോൾ അങ്ങയുടെ ഒരു കുടുംബ സാഹചര്യങ്ങളെ പറ്റി പറയുമ്പോൾ അങ്ങയുടെ പേരുകൾ നമ്മുടെ മധ്യ തിരുവിതാംകൂറിലാണ്. ഇടുക്കിയിൽ നിന്ന് അല്ലേ, തൊടുപുഴയിൽ നിന്ന് കണ്ണൂരിലേക്ക് ഉളിക്കൽ അല്ലേ, ഉളിക്കൽ എന്ന സ്ഥലത്തേക്ക് കുടിയേറിയ കുടുംബത്തിൽ നിന്നുള്ള അംഗമാണ്. ചെറുപ്പകാലത്ത് ഏകദേശം എത്ര വയസ്സിലായി? ഞാൻ 4ാം ക്ലാസ്സിൽ നിന്ന് പരീക്ഷ എഴുതിയിട്ട് അവിടെ പോയത് ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെ. അപ്പോൾ 5ാം ക്ലാസ്സിൽ അവിടെ ചേർത്തു. 4ാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച ടീച്ചർ ഇപ്പം മരിച്ചുപോയി അടുത്ത കാലത്ത്. ടീച്ചർ അയച്ച ഒരു കത്തുണ്ടായിരുന്നു, ഒരു അന്നത്തെ ഒരു കാർഡ്, പഴയ പോസ്റ്റ് കാർഡ്. ഞാനത് കുറേ നാളത് സൂക്ഷിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ. പിന്നെ അവർ കന്യാസ്ത്രീ മദറായി മരിച്ചെന്ന് ഈയിടെ അറിഞ്ഞു. പിന്നെ പോകാൻ പറ്റിയില്ല, ഞാനന്ന് പോകാൻ പറ്റിയില്ല. എന്നാലും അവിടെ സ്കൂളിൽ പഠിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് വന്ന് കോളേജിൽ പോകാനോ ഹോസ്റ്റലിൽ നിന്ന് കോളേജിൽ പോകാനൊന്നും സൗകര്യമില്ലാത്തതുകൊണ്ട് വീണ്ടും തൊടുപുഴ വന്ന് ഫാദറിൻ്റെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ നിന്ന് കോളേജിൽ പോയി. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ പഠിച്ചു അല്ലേ? അന്ന് എറണാകുളം ജില്ലയാണ്, ഇടുക്കി ജില്ല പിന്നെ വന്നു. എന്നാലും ഞാൻ ജനിച്ചത് ആക്ച്വലി എറണാകുളം ജില്ലയിലാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഏതോ ഒരു ചടങ്ങിൽ അദ്ദേഹം പറയണ്ടായി അല്ലേ, ഞാൻ എറണാകുളം ജില്ലക്കാരനാണ്. ഞാനൊരു അവസരവാദി അല്ലെങ്കിലും അവസരോചിതമായിട്ട് പറയണല്ലോ. എറണാകുളത്തെ ഒരു പരിപാടിയിൽ എറണാകുളത്ത് ജനിച്ചെന്ന് പറയും. തൊടുപുഴ ചെല്ലുമ്പോൾ തൊടുപുഴക്കാരാണ്, പലവാരം ചെല്ലുമ്പോൾ ഇതൊന്നും പറയില്ല. അത് രാഷ്ട്രീയത്തിൻ്റെ ഒരു നയമാണ് അല്ലേ, അവസരോചിതമായിട്ട് അല്ല അത് ശരിയാണ്. അപ്പം നമുക്ക് അതിൽ മനസ്സിലാവുന്ന ഒരു കാര്യം വെച്ചാൽ ഇടുക്കി ഒരു മലയോര പ്രദേശമാണ്. അവിടുന്ന് അങ്ങയുടെ കുടുംബം കുടിയേറിയത് അല്ലെങ്കിൽ ചേക്കേറിയത് കണ്ണൂരിലെ ഒരു കുടിയേറ്റം, അതും മലയോര മേഖലയാണ്, ഗ്രാമീണ മേഖലയാണ്. അപ്പം അങ്ങയുടെ ഒരു രാഷ്ട്രീയത്തെ ഈ ഒരു കർഷക രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു ഗ്രാമ്യ രാഷ്ട്രീയം, സാധാരണക്കാരായിട്ടുള്ള കർഷകരുടെ പ്രശ്നങ്ങൾ, അതൊക്കെ അങ്ങേ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? രാഷ്ട്രീയം രൂപപ്പെടുത്തിയത് തീർച്ചയായിട്ടും നമ്മളുടെ ജനിതക സാഹചര്യങ്ങളിൽ നിന്നും നമ്മൾ വളർന്ന സാഹചര്യങ്ങളിൽ നിന്നും ആയിരിക്കും. അത് നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് നാട്ടിൽ ചെല്ലുമ്പോൾ ആദ്യം കൂടുന്ന പൊതുപ്രവർത്തനം എൻ്റെ നാട്ടിലേക്കുള്ള റോഡിൻ്റെ മൺപണിയിൽ, അതിന് പൊതുപ്പണി എന്നാണ് പറയുന്നത്. പൊതുപ്പണിയിൽ ആയിരക്കണക്കിന് ആളുകൾ, ഒരു 10 കിലോമീറ്റർ 15 കിലോമീറ്റർ റോഡ്, ആയിരക്കണക്കിന് ആളുകൾ ഒരു ദിവസം നിന്ന് തുമ്പയെടുത്ത്, അന്ന് JCBയോ ട്രാക്ടറോ ഒന്നുമില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഇറ്റാച്ചി ഒന്നുമില്ല, ഞങ്ങൾ തുമ്പെടുത്ത് കളയ്ക്കുകയാണ്.
അപ്പം ഞാൻ അവിടെ ചേട്ടന്മാർക്ക് പണിയെടുക്കുന്ന മുതിർന്നവർക്ക് ഗൈഡൻസ് നിർദ്ദേശം കൊടുക്കുന്ന മൈക്ക് അനൗൺസ്മെൻറ്റിൻ്റെ ആളായിരുന്നു ഞാൻ. മൈക്ക് അനൗൺസ്മെൻറ്റിൻ്റെ ആളായിരുന്നു. AK വന്ന വീക്ഷണ ഫണ്ട് കളക്ഷന് രാത്രി 1:30 മണിക്കാണ് ഈ ഉളിക്കലിൽ പറഞ്ഞ സ്ഥലത്ത് രാത്രി വന്നത്. 6 മണിക്ക് നിശ്ചയിച്ച പരിപാടി രാത്രി 1:30 AK എത്തുന്നത്. ഞാനന്ന് വിളിച്ചു കൊടുത്ത മുദ്രാവാക്യമുണ്ട്, നട്ടപ്പാതിര നേരത്തും AK മുന്നോട്ട്. അപ്പം അദ്ദേഹം എപ്പം എന്നെ അന്ന് എനിക്ക് നേതാക്കന്മാർ പേരിട്ടു നട്ടപ്പാതിര. ആ നട്ടപ്പാതിര നേരത്തും AK മുന്നോട്ടെന്നുള്ള മുദ്രാവാക്യം വിളിച്ചത്. അപ്പം ഞാൻ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. അങ്ങനെ മൈക്ക് അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഈ നമ്മൾ കോൺഗ്രസ്സിലേക്ക് വരാനുള്ള ഇപ്പം സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടികൾ പലതുണ്ട്, പല ആദർശങ്ങളുണ്ട്. കോൺഗ്രസ്സിനെ സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ കോൺഗ്രസ്സിലേക്ക് അങ്ങനെ ആകർഷിച്ച ഒരു ഘടകം എന്തായിരിക്കും? അത് നല്ലൊരു ചോദ്യമാണ് മനോജ് ചോദിച്ചത്. എന്നോട് ഒരു കോൺഗ്രസ് ക്യാമ്പിൽ ഒരു ചെറിയ മീറ്റിങ്ങിൽ എന്നോടൊരു പ്രവർത്തകൻ ചോദിച്ചു, ഒരു അധ്യാപകനായ സഹപ്രവർത്തകൻ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ കോൺഗ്രസ്സായി? ഇപ്പം എനിക്ക് ഉത്തരവുണ്ട്. കോൺഗ്രസ് നേരത്തെ പറഞ്ഞതുപോലെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് കോൺഗ്രസ് ജനാധിപത്യം നൽകിയത്, ഭരണഘടന സൃഷ്ടിച്ചത്, മതേതരത്വത്തിന് വേണ്ടി നിന്നത്, രാഷ്ട്രപിതാവിൻ്റെ രക്തസാക്ഷിത്വം, ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വം, രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വം, ജവഹർലാൽ നെഹ്റുവിൻ്റെ രാഷ്ട്ര നിർമ്മാണം, ഇതൊക്കെ പറയാം. പക്ഷെ ഞാനിതൊന്നും പഠിച്ചിട്ടല്ല, പോളിറ്റിക്സ് ആദ്യമേ പഠിച്ചിട്ടുമല്ല. ഞാൻ വന്നത് KSU പ്രവർത്തകനായിട്ട്. ആ 70കളിൽ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക്, അവകാശങ്ങൾക്ക് ഏറ്റവും ശക്തമായ അതിനുവേണ്ടി നിലപാട് സ്വീകരിച്ച ഒരു നേതൃത്വം, അന്ന് വിദ്യാർത്ഥി സംഘടന KSU ആണ്. അതിൻ്റെ നേതൃത്വത്തിൽ നേരത്തെ പറഞ്ഞ പോലെ AK ഉമ്മൻചാണ്ടി, വയലാർ രവി, VM സുധീരൻ, PC ചാക്കോ അവരെല്ലാം ഉള്ള കാലത്ത് ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ആ സംഘടനയിൽ, അതാണ് ഒരു പുരോഗമന സംഘടന, അതിൽ ഞാൻ അംഗമായി. അതുകൊണ്ട് ഞാൻ നാട്ടിലെത്തിയപ്പോൾ യൂത്ത് കോൺഗ്രസ്സായി, അതിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസ്സായി. അതൊരു തുടർച്ചയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഒരു കടുത്ത അല്ലെങ്കിൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു സമയമാണ്. നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞതിന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഒരു രാഷ്ട്രീയത്തിൻ്റെ KPCCയുടെ പ്രസിഡൻറ്റ് അല്ലെങ്കിൽ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോൾ അങ്ങേക്ക് ചുറ്റുമുള്ള നേതാക്കൾ, അപ്പം നമുക്കറിയാം സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ മുതൽ പ്രതിപക്ഷ നേതാവ് വരെ നീളുന്ന വലിയൊരു നിര, അതിൽ തന്നെ മുൻ KPCC അധ്യക്ഷന്മാർ ഒരു പിടിയുണ്ട്. അപ്പോൾ ഇവർ പലരും മുൻപ് വലിയ പദവികൾ വഹിച്ചവരാണ്, ഇപ്പോഴും വിപുലമായ ഒരു ജനപിന്തുണയുള്ള നേതാക്കളാണ്. അപ്പം നമുക്കറിയാം, അപ്പം അങ്ങ് എനിക്ക് തോന്നുന്നത് അങ്ങ് അത്യാവശ്യം സിനിമയൊക്കെ കാണുന്ന സിനിമാ പ്രേമിയും വോളിബോൾ പ്രേമിയൊക്കെയാണെന്ന് ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ പണ്ട് 2020 എന്നൊരു സിനിമ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങി. അപ്പോൾ ആ സിനിമയിൽ, മലയാള സിനിമയിലെ ഓൾമോസ്റ്റ് എല്ലാ പ്രമുഖ താരങ്ങളും സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. അപ്പം അത് വലിയ കൊമേഴ്സ്യലി വലിയ വിജയമായിരുന്നു. അപ്പോൾ ആ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എല്ലാവരും പറഞ്ഞത്, ഇത്രയും വലിയ ആളുകളെ, ഇത്രയും പ്രമുഖരായിട്ടുള്ള ആക്ടേഴ്സിനെ അവരുടെ ഈഗോ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി അവരെ അഭിനയിപ്പിക്കാനും അതൊരു സക്സസ് ആക്കാനും പറ്റി. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ ദിലീപായിരുന്നു, അതിന് പിന്നിൽ പലരും ഉണ്ടായിരുന്നു. അതൊരു ആർട്ടാണ്. അപ്പം ഇത്രയും വലിയ നേതാക്കളുടെ എല്ലാവർക്കും ഈഗോ ഉണ്ട്, എനിക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, അതിൽ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഈഗോ ഹേർട്ട് ചെയ്യാതെ എങ്ങനെയാണ് അങ്ങ് ഇവരെല്ലാവരെയും നയിക്കുന്ന പ്രസിഡൻ്റ് ആവുന്നത്? ഞാൻ എല്ലാവരുമായിട്ട് നല്ല സൗഹൃദമുണ്ട്, പേഴ്സണൽ എനിമിറ്റി ആരോടുമില്ല. അവരെല്ലാവരും ചേർന്നാണ്. എൻ്റെ ഒരു യാഥാർത്ഥ്യം, KPCCയിൽ നിന്ന് സുധാകരൻ മാറുന്നു, ഞാനങ്ങനെ സജീവമായിട്ടൊന്നും ശ്രമിച്ചില്ല, പ്രതീക്ഷിച്ചില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം രാഹുൽജി ഒരു ചെറിയ അഭിപ്രായം പലരിൽ നിന്ന്, മുതിർന്നവരിൽ നിന്ന് തേടിയിട്ടുണ്ട്. അവരിലധികം പേരും എൻ്റെ പേര് പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ പറയാതെ തന്നെ. അപ്പോൾ അതെനിക്കൊരു പിന്നീട് ഞാൻ അറിഞ്ഞു, അതൊരു കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ നല്ല സൗഹൃദം എല്ലാവരുമായിട്ടുണ്ട്, നല്ല സൗഹൃദമുണ്ട്. KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കഴിഞ്ഞ നിയമസഭയിൽ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹവും ഞാനും ഇങ്ങനെ അടുത്തടുത്ത സീറ്റിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഞാനാണ് ഓപ്പണായിട്ട് ആദ്യം പറഞ്ഞത്. ഇപ്രാവശ്യത്തേൽ ഞാൻ പ്രസിഡൻ്റ് ആകുന്നതിന് മുമ്പ് PC വിഷ്ണുനാഥും ഞാനും അടുത്തടുത്തായിരുന്നു. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഞാനും MA വാഹിദും ഇങ്ങനെ അടുത്തടുത്താണ്. അപ്പോൾ അദ്ദേഹമാണ് സത്യത്തിൽ MLA ഹോസ്റ്റലിൽ വന്ന് എന്നെ കാണണം എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും കാര്യം സുധാകരനോട് പറയാനായിരിക്കും എന്ന് വിചാരിച്ചു. വന്നിട്ട് എന്നോട് പറഞ്ഞു, വക്കീലെ നിങ്ങൾ പ്രസിഡൻ്റാണെന്ന് പറഞ്ഞു. 5 കൊല്ലത്തെ നമ്മളുടെ അടുത്തിരുന്നുള്ള സൗഹൃദം വെച്ച് നിങ്ങളതിന് പറ്റും, നിങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പലരുമായിട്ട് ആലോചിച്ചിട്ടാണ് ആ തീരുമാനം എടുത്തത്. അതിൻ്റെ ഒരു ബലവും കൂടി എനിക്ക് കിട്ടി. രമേശ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, സണ്ണി താനാകണം. രമേശ് എന്നെ പേര് വിളിക്കാനുള്ള സാധ്യത.
പലരും പറഞ്ഞിട്ടുണ്ട്. സുധാകരൻ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞു. സതീശൻ എന്നോട് വക്കീലെ നിങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. KC വേണുഗോപാലും അതിന് പിന്തുണച്ചിട്ടുണ്ട്. ഒരു പൊതു MLA-മാരിൽ അധികം പേരും 99% എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അത് വലിയൊരു അംഗീകാരമാണ്. MP-മാരും പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ പിന്നീട് ആയി കഴിഞ്ഞപ്പോൾ അതിനെ കോർഡിനേറ്റ് ചെയ്യാൻ മുതിർന്നവരെയൊക്കെ അംഗീകരിച്ചും പിന്നെ ഞാൻ പറഞ്ഞു രാഹുൽജി ആദ്യം വിളിച്ച മീറ്റിങ്ങിൽ തന്നെ ഞങ്ങളൊക്കെ ഒരു നല്ല സ്വീകാര്യത കിട്ടിയിട്ടുണ്ട്. നോട്ട് ബിക്കോസ് ഓഫ് മീ ബട്ട് ബിക്കോസ് ഓഫ് ദ ടീം എന്നാണ് ഞാൻ പറഞ്ഞത്. നല്ല ടീമാണ് വർക്കിംഗ് പ്രസിഡന്റുമാരുടെ UDF കൺവീനർ ഉൾക്കൊള്ളുന്ന നല്ലൊരു ടീമുണ്ട്. ആ ടീമിൻ്റെ കൂടെ ബലത്തിൽ ഞങ്ങൾക്ക് നന്നായിട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങയുടെ വരവ് ആ തരത്തിൽ എല്ലാവരുടെയും അംഗീകാരത്തോടെ ആശീർവാദത്തോടെ വന്നു എന്ന് പറഞ്ഞു. പക്ഷേ അതിലുള്ള ഒരു 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 തമാശ പറഞ്ഞൊരു കാര്യം, മുൻകാലങ്ങളിൽ ഇപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയം നമ്മൾ ശ്രദ്ധിച്ചാൽ കഴിഞ്ഞ 30 അല്ലെങ്കിൽ 40 അല്ലെങ്കിൽ 50 വർഷം അതിലൊരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ കൃത്യമായ ഒരു തുടർച്ചയുണ്ട്. ഇപ്പം A ഗ്രൂപ്പ്, I ഗ്രൂപ്പ്, അപ്പോൾ അങ്ങനെ അധികാര സ്ഥാനങ്ങളിലേക്ക് ഇപ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്കാണെങ്കിലും പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്കാണെങ്കിലും ഒരാൾ വരിക എന്ന് പറഞ്ഞാൽ ആ ഒരു ഭൂരിപക്ഷ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ആ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഒരു സമവായത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ ഒരു നേതാവ് രൂപപ്പെട്ടു വരിക. ഇപ്പോൾ ശ്രീ സണ്ണി ജോസഫിൻ്റെ കാര്യത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഗ്രൂപ്പില്ല. ആ ഒരു ഗ്രൂപ്പ് രാഹിത്യം, അതിൽ നിന്ന് എല്ലാ വിഭാഗങ്ങളിൽ നിന്നും വന്ന പേര്, ആ പേരാണ് സണ്ണി ജോസഫ്. അതൊരു പുതുമയും ഒരു കൗതുകമാണ്. ഇപ്പം നമുക്കറിയാം അങ്ങൊരു ഗ്രൂപ്പിൻ്റെ ഒരു സജീവ നേതൃത്വത്തിൽ ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ എങ്കിൽ പോലും അങ്ങനെ ആ രീതിയിൽ ആരും കണ്ടിട്ടില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിട്ടാണെങ്കിലും പുതിയ രാഷ്ട്രീയം നോക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ടാണെങ്കിലും ആ പേര് എമേർജ് ചെയ്ത് വരുമ്പോൾ എന്താണ് ഇതിന് പിന്നിലുള്ള പൊളിറ്റിക്സ് എന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ ആലോചിക്കുമല്ലോ. അപ്പം അങ്ങ് ഓൾറെഡി മറുപടി പറഞ്ഞു കഴിഞ്ഞു. അത് നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ്. കോൺഗ്രസ്സിൽ ഐക്യം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. കോൺഗ്രസ് നേരിടുന്ന വെല്ലുവിളി ചെറുതല്ല. അത് ലീഡർഷിപ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. കോൺഗ്രസ്സിലെ അനൈക്യം, പ്രത്യേകിച്ച് ലീഡർഷിപ്പിൻ്റെ അനൈക്യം കോൺഗ്രസ്സിന് ക്ഷീണം ചെയ്തിട്ടുണ്ട്. ഐക്യം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഇപ്പോൾ ഗ്രൂപ്പിനുപരിയായിട്ട് ആളുകളെ കാണാൻ ഞാൻ ഞാൻ ആ നാട്ടിലെ എല്ലാവരുടെയും പ്രതിനിധിയാകാൻ ശ്രമിക്കുന്നു. എന്നെ ജനപ്രതിനിധിയാക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ എല്ലാവരുടെയും പ്രതിനിധിയാകാൻ ഞാൻ ശ്രമിക്കുന്നു. അതിലിനി ആരെങ്കിലും സോക്കോൾഡ് ഗ്രൂപ്പ് അതുണ്ടെങ്കിൽ അല്ലാത്തവർക്കാണ് ഞാൻ പരിഗണന കൂടുതൽ കൊടുക്കുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ, മനോജ് പറഞ്ഞതുപോലെ ഇപ്പം നേരത്തെ ചെറിയ പഴയ ഗ്രൂപ്പുകാരെല്ലാം അവരെല്ലാം എൻ്റെ പേരിലേക്ക് KC ജോസഫ്, ഉമ്മൻചാണ്ടിയായിട്ട് ഏറ്റവും അടുത്ത് നിന്നയാൾ MM ഹസൻ, അവരൊക്കെ എൻ്റെ പേരിലേക്ക് സ്വാഭാവികമായിട്ടും ഫ്രണ്ട്ഷിപ്പ് കൊണ്ടും പരിചയം കൊണ്ടും അവർ എൻ്റെ പേരിലേക്ക് എത്തിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുമായിട്ട് ചേർത്ത് ഞാനൊരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പം നമ്മളെങ്ങനെ നോക്കിയാലും ഗ്രൂപ്പുകൾക്ക് അതീതമാണ് എന്ന് പറഞ്ഞാലും കോൺഗ്രസിൻ്റെ ഒരു രീതി വെച്ചിട്ട് പലപ്പോഴും അധികാര കേന്ദ്രങ്ങൾക്ക് അല്ലെങ്കിൽ പവർ സെൻറ്റേഴ്സിന് ചുറ്റും ഒരു ഗ്രൂപ്പ് അറിയാതെ രൂപപ്പെടും, നമുക്കറിയാം. അപ്പോൾ ആ തരത്തിൽ ഇപ്പോൾ ഗ്രൂപ്പ് ഇല്ല എന്ന് പറയുമ്പോഴും നമ്മളുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾക്ക് എല്ലാം അവരുടേതായിട്ടുള്ള ഒരു ഓറയുണ്ട്, അവരുടേതായിട്ടുള്ള ഒരു സംഘബലം, സംവിധാനം, നേതൃവൃന്ദം എല്ലാം ഉണ്ട്, അനുയായി വൃന്ദം എല്ലാം ഉണ്ട്. അപ്പോൾ നാളെ ശ്രീ സണ്ണി ജോസഫിൻ്റേതായ ഒരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഞാൻ സണ്ണി ജോസഫ് ഗ്രൂപ്പുകാരനാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വിഭാഗം കോൺഗ്രസിൽ സൃഷ്ടിക്കപ്പെടുമോ? ഇല്ല, ഞാനതിന് അർഹനല്ല, ഞാനതിന് താല്പര്യമില്ല. അങ്ങനെ വന്നാൽ അതിനെ എതിർക്കുന്ന ആൾ ഞാനായിരിക്കും. നോ സച്ച് ഡിവിഷനായി കോൺഗ്രസ്. അങ്ങയുടെ ചുമതല സ്ട്രിക്ട്ലി നിർവഹിക്കുക എന്നുള്ളതാണ് അങ്ങയുടെ ലക്ഷ്യം. ഞാൻ ഫെയറായിട്ട്, ഇൻഡിപെൻഡൻ്റായിട്ട്, ഈക്വലായിട്ട് എല്ലാവരെയും കാണാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ ഈ ഐക്യത്തിൻ്റെ ഒരു ആവശ്യകതയെപ്പറ്റി അങ്ങ് പറയുണ്ടായി. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള പ്രവർത്തക സമിതി അംഗങ്ങൾ ഉണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ശ്രീ ശശി തരൂർ, അപ്പോൾ അദ്ദേഹത്തെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് അങ്ങ് പലപ്പോഴും മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഞാൻ ചോദിക്കുകയാണ്, ശ്രീ തരൂരിൻ്റെ വിമർശനങ്ങൾ അദ്ദേഹം അത് വിമർശനമായിട്ട് അംഗീകരിക്കുന്നില്ലെങ്കിൽ കൂടി പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ, അദ്ദേഹത്തിൻ്റെ മാധ്യമ അഭിമുഖങ്ങളെല്ലാം പലപ്പോഴും കോൺഗ്രസ് പാർട്ടിക്ക് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ക്ഷീണം ചെയ്യുന്ന, അല്ലെങ്കിൽ പാർട്ടിയെ വളരെ ഷാർപ്പായിട്ട് നിശിതമായിട്ട് വിമർശിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ചോദ്യങ്ങൾ, അദ്ദേഹത്തെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് KPCC പ്രസിഡന്റ് മുതൽ പ്രതിപക്ഷ നേതാവ് വരെയുള്ള നേതാക്കൾ പറയുന്നത്, ശ്രീ തരൂർ പ്രവർത്തക സമിതി അംഗമാണ്, കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച ആളാണ്, അദ്ദേഹം വലിയ നേതാവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ കാര്യത്തിലൊരു തീരുമാനമെടുക്കേണ്ടത്, അതിനെപ്പറ്റി പറയേണ്ടത് ദേശീയ നേതൃത്വമാണ്, ഹൈക്കമാൻഡാണ് എന്ന് പറയും. ഞാനും അത് അംഗീകരിക്കുന്നു. പക്ഷേ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങ് ഇപ്പോൾ ഈ സ്ഥാനത്തേക്ക് എത്തിയിട്ട് കുറേ നാളുകളായി.
എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ശ്രീ ശശി തരൂരിനോട് അങ്ങ് ചെയ്യുന്നത് പാർട്ടിക്ക് ദോഷമാണ്, അങ്ങയുടെ വിമർശനങ്ങൾ പാർട്ടി വേദികൾക്കുള്ളിൽ പരിമിതപ്പെടുത്താൻ സാധിക്കില്ലേ, അങ്ങനെ ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു സംഭാഷണം അങ്ങയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ അദ്ദേഹത്തോട് ഫ്രണ്ട്ലി, അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഒരു ഇൻ്റലക്ച്വൽ ഇൻ്റർനാഷണൽ കേപ്പബിലിറ്റി കപ്പാസിറ്റി ഉള്ള ആളെന്ന നിലയ്ക്ക് ഞങ്ങളൊക്കെ വന്ന സാഹചര്യത്തിലല്ലല്ലോ ശശി തരൂർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസവും അദ്ദേഹത്തിൻ്റെ എഴുത്ത് വായന ഇതെല്ലാം വെച്ചുകൊണ്ടും ലോകപരിചയം, ഐക്യരാഷ്ട്ര സംഘടനയിലുള്ള പ്രവർത്തനത്തിൻ്റെ എല്ലാം ഭാഷാ സ്വാധീനം ഇതൊക്കെ വെച്ചുകൊണ്ടാണ് വന്നത്. എന്നാലും ഞാൻ പ്രസിഡൻ്റായതിനു ശേഷം വളരെ സൗഹൃദം എന്നോട് കാണിച്ചിട്ടുണ്ട്, വളരെ സൗഹൃദം. അദ്ദേഹത്തെ ഞാൻ ഡൽഹിയിൽ പോയി അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ പോയിട്ട് സംസാരിച്ചിട്ടുണ്ട്, വീട്ടിൽ പോയി സംസാരിച്ചിട്ടുണ്ട്, ഒന്നിച്ച് ഫങ്ഷനുകളിലും മീറ്റിങ്ങുകളിലും ഒക്കെ വരുന്നുണ്ട്, നല്ല സൗഹൃദം. 1-2 തവണ ഞാനും അതുപോലെ മറ്റാളുകളും കൂടി അദ്ദേഹത്തോട് ഈ സ്റ്റേറ്റ്മെൻറ്റുകളിൽ വരുന്ന ഒരു പ്രയാസം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഒരു സദസ്സിൽ വെച്ച് ഒരു പ്രമുഖ വ്യക്തി, രാഷ്ട്രീയത്തിലില്ലാത്തൊരു വ്യക്തി, യു ഗോ അലോങ് വിത്ത് ദ പ്രസിഡൻ്റ് എന്ന് എന്നെ ചൂണ്ടി അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. അപ്പം അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ അല്ലെങ്കിൽ ചില എഴുത്തുകൾ, ചില പ്രസ്താവനകൾ പാർട്ടിക്ക് പ്രതികൂലമായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തെ അത് കറക്റ്റ് ചെയ്യിക്കാൻ വേണ്ടി ഞാനും ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ഇപ്പം നിങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം എന്തായിരുന്നു? ഇപ്പം നമ്മൾ അദ്ദേഹത്തെ ഒരു പാർട്ടി വിമതനായിട്ട് അദ്ദേഹത്തെ എല്ലാവരും കാണുന്നു, ചിത്രീകരിക്കുന്നു, അങ്ങനെയല്ല എന്ന് അദ്ദേഹം പറയുന്നുമില്ല. അപ്പോൾ അതിൽ അങ്ങ് അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം നൽകിയൊരു മറുപടി എന്തായിരുന്നു, അല്ലെങ്കിൽ എന്തായിരുന്നു വിശദീകരണം? മറുപടി പോസിറ്റീവായിട്ടുള്ള മറുപടി. പക്ഷെ അതിനുശേഷവും ഓക്കെ, ഇപ്പം നമ്മൾ എൻ്റെ മറുപടി നേരത്തെ പറഞ്ഞു മനോജ്, അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. തീർച്ചയായിട്ടും അതെ, അത് അങ്ങ് ആവർത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്നാലും AICC അക്കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കട്ടെ, കൈകാര്യം ചെയ്യുന്നുണ്ട്. കാര്യം മുൻപ് പലരും പറയാറുണ്ട് തരൂർ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു നേതാവാണ്, പക്ഷേ പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കി ഒരു രക്തസാക്ഷി പരിവേഷം കൊടുക്കില്ല എന്നിങ്ങനെ. നിങ്ങളെ വിലയിരുത്തൽ തീർച്ചയായിട്ടും അതെ, മാധ്യമങ്ങൾ അങ്ങനെ ചർച്ച ചെയ്യാറുണ്ട്, അത് ഞാൻ അംഗീകരിക്കുന്നു. മുൻപ് ശ്രീ K കരുണാകരൻ, നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും പ്രബലനായ കാലത്തും പാർട്ടി വളർത്തിയ ആളാണ്. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് ഒരിക്കലും പുറത്താക്കിയിട്ടില്ല, പക്ഷേ അദ്ദേഹം എനിക്ക് തോന്നുന്നു അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തു പോയ ശേഷവും പാർട്ടി തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പോലെയാണ് തരൂർ ഇപ്പോൾ തുടരുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അങ്ങ് രാവിലെ ശ്രീ രാഹുൽ മാങ്കൂട്ടം, ഇപ്പം നമ്മളിപ്പോൾ ഒരു ഇലക്ഷൻ ടൈമാണ്, പ്രചാരണം അതിൻ്റെ ഏറ്റവും പീക്കായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആക്ഷേപങ്ങളുടെ പേരിൽ അദ്ദേഹത്തെ പാർട്ടി സസ്പെൻഡ് ചെയ്തിരുന്നു, പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. പാർട്ടിക്ക് അദ്ദേഹവുമായിട്ട് ഔദ്യോഗികമായിട്ട് ബന്ധമില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ അച്ചടക്ക നടപടി എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ രാഹുൽ ഈ കഴിഞ്ഞ ദിവസം വരെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ക്യാമ്പയിനിൽ, ഇലക്ഷൻ ക്യാമ്പയിനിൽ വളരെ സജീവമായിട്ട് പങ്കെടുത്തിരുന്നു. അത് ചുറ്റിയും വിവാദങ്ങളുണ്ടായി. അപ്പോൾ എനിക്ക് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് രാഹുലിന് പാർട്ടിയുമായി ബന്ധമില്ലെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്? അത് എത്രത്തോളം വ്യക്തിപരമാണെന്ന് പറഞ്ഞാലും ഈ ഒരു വിവാദം കത്തി നിൽക്കുന്ന ഒരു കാലത്ത് അത് പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമാകാനല്ലേ സാധ്യത? അങ്ങനെ ഒരു അഡ്വൈസറി, ഒരു ഉപദേശം എന്തുകൊണ്ടാണ് പാർട്ടി പ്രവർത്തകർക്ക്, സ്ഥാനാർത്ഥികൾക്ക് KPCC കൊടുക്കാത്തത്? പ്രത്യേകിച്ച് നിർദ്ദേശമൊന്നും കൊടുത്തിട്ടില്ല, കൊടുക്കേണ്ട വന്നിട്ടില്ല. പാർട്ടി പരിപാടികളിലല്ല, വ്യക്തിഗതമായിട്ട് അദ്ദേഹം MLA എന്ന നിലയ്ക്ക് വരുന്നു, ചില സ്ഥാനാർത്ഥികൾ അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നു, അതവർക്ക് നല്ലതിനാണെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാകും. ഞങ്ങളതിന് പ്രത്യേകിച്ച് ആരും, ഞങ്ങളുടെ DCC പ്രസിഡന്റ് ചോദിച്ചിരുന്നു, അദ്ദേഹം ഔദ്യോഗിക പരിപാടികളിലൊന്നും വിളിച്ചിട്ടിരുന്നില്ല. ഈ സസ്പെൻഷൻ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിൻ്റെ എല്ലാ ഘടകങ്ങളും പോകുന്നത്. ഔദ്യോഗിക പരിപാടികളിലൊന്നും വിളിക്കുന്നില്ല. പിന്നെ ഒരു കാര്യം, ഞങ്ങളാ കേസ് വരുന്നതിന് മുമ്പ് തന്നെ, വാർത്ത വന്നപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടി നേതൃത്വം ആലോചിച്ച്, ഞാനും പ്രതിപക്ഷ നേതാവും കേരളത്തിലെ, ഞാൻ ആ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ മേശപ്പുറത്ത്, അല്ലെങ്കിൽ എൻ്റെ ഡയറിയിൽ. ഒരു 25 മുതിർന്ന നേതാക്കന്മാരുമായിട്ട് ആലോചിച്ച് ഞങ്ങൾ രണ്ടുപേരും, പ്രതിപക്ഷ നേതാവും ഞാനും, യോജിച്ചെടുത്ത എല്ലാവരുടെയും ഒരു കോൺസെൻസസിൽ, എല്ലാവരുടെയും അഭിപ്രായ ഐക്യത്തിലാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. പക്ഷേ ഇപ്പം കഴിഞ്ഞ ദിവസം ശ്രീ K സുധാകരൻ അങ്ങയുടെ മുൻഗാമിയാണ്, അദ്ദേഹം വളരെ സജീവമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ഉള്ള ആളാണ്. അദ്ദേഹം പക്ഷേ പറയുന്നത് രാഹുലിനെതിരായ നടപടി
അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി എനിക്ക് അറിയില്ല. അതിൻ്റെ സാഹചര്യം എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, 2-3 മാസം 4 മാസമായി ഇതിങ്ങനെ എവിടെ എത്താതെ കിടക്കായിരുന്നു. ആരും പരാതിക്കാരില്ലാതെയും ഗവൺമെൻറ് കേസെടുത്തു, പോലീസ് കേസെടുത്തു, സുവമോട്ടോ കേസെടുത്തു, പരാതിയില്ലാതെ കേസെടുത്തു. അവരവിടെയൊക്കെ പോയി അന്വേഷിച്ചു, ഒരു കേസും ഉണ്ടായില്ല. അപ്പോൾ ആ സാഹചര്യത്തിലാണ് സുധാകരൻ അത് പറഞ്ഞിട്ടുണ്ടാവുക. പിന്നെ സുധാകരൻ ഞാനുമായിട്ടുള്ള സംസാരത്തിൻ്റെ ശൈലിയിലെ വ്യത്യാസാദ്യമേ തന്നെ ഞാൻ അംഗീകരിച്ച കാര്യമാണ്. തീർച്ചയായിട്ടും. പക്ഷേ ഇത് രാഷ്ട്രീയമായിട്ട് അത് ഇപ്പോൾ LDF ഉപയോഗിക്കാനുള്ള ഒരു സാധ്യതയില്ല. അവർക്ക് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ LDF MLA ഇല്ലേ, പേര് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. ചാർജ് ഷീറ്റ് ചെയ്യപ്പെട്ട കേസിൽ പ്രതിയായ MLA ഇല്ലേ, അദ്ദേഹത്തെ പാർട്ടി നടപടി എടുത്തിട്ടുണ്ടോ? ഇപ്പോൾ സ്വർണ്ണക്കൊള്ളക്കേസ്, സ്വർണ്ണമോഷണ കേസ്, ആ കേസിൽ CPMൻ്റെ 2 നേതാക്കന്മാർ ജയിലിൽ കിടക്കല്ലേ? അവരുടെ പോലീസല്ലേ അറസ്റ്റ് ചെയ്തേ? ഗോവിന്ദ മാഷ് അവിടെ പോയായിരുന്നല്ലോ, പത്തനംതിട്ട പോയായിരുന്നല്ലോ. പത്മകുമാറിനെ കുറിച്ച്, വാസുവിനെ കുറിച്ച് ഒരു ചർച്ച നടത്തിയിട്ടില്ലല്ലോ. നിങ്ങളല്ലേ ചോദിച്ചത് ഗോവിന്ദ മാഷോട്? എന്താ, കേരളത്തിലല്ലേ, പത്തനംതിട്ട കേരളത്തിലല്ലേ, ആ പാർട്ടിയിലല്ലേ? കേരളത്തിലെ പോലീസ് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ച്, കോടതി ആ റിമാൻഡ് റിപ്പോർട്ട് പരിശോധിച്ച് റിമാൻഡ് ചെയ്ത, കസ്റ്റഡിയിൽ കൊടുത്ത മോഷണക്കേസിലെ, ശബരിമലയിലെ അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ച മോഷണക്കേസിലെ പ്രതികൾക്ക് പാർട്ടി അച്ചടക്ക നടപടിയില്ല. അവരിപ്പോഴും സഹാക്കള. നേരത്തെ മനോജ് പറഞ്ഞ ഭാഷയിൽ അവരിപ്പോഴും സഹാക്കള. പാർട്ടി അവരെ സംരക്ഷിക്കുകയാണ്. ആ പാർട്ടി ഇത് പറഞ്ഞാൽ ജനങ്ങൾക്ക് നന്നായിട്ട് തിരിച്ചറിയും. നന്നായിട്ട് ആ കാപട്യം, ആ ഇരട്ടത്താപ്പ് നന്നായിട്ട് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കും. അതുൾപ്പെടെ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പം ലോക്കൽ ബോഡിയിൽ തീവ്രമായ ക്യാമ്പയിൻ നടക്കുകയാണ്. നമ്മളിപ്പോൾ ഗവൺമെൻറ്റിനെതിരായിട്ട് ഒരുപാട് ആക്ഷേപങ്ങൾ, അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിക്കെതിരായ ആക്ഷേപങ്ങൾ എല്ലാം ഉണ്ട്. ഈ പ്രചാരണ രംഗത്ത് UDFൻ്റെ, കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജി, അല്ലെങ്കിൽ നമ്മൾ ജനങ്ങൾക്ക് മുമ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കും? ഞങ്ങൾ പലവട്ടം പറഞ്ഞു. ഞങ്ങൾ ഒന്നാമത് തന്നെ ഒരു കുറ്റപത്രം സമർപ്പിച്ചു തിരുവനന്തപുരത്ത് നിന്ന്. അത് KPCC ഓഫീസിൽ എല്ലാ UDF നേതാക്കന്മാരും പങ്കെടുത്ത ഒരു വാർത്താ സമ്മേളനത്തിലാണ് ഞങ്ങൾ പിൻ പോയിൻ്റ് ചെയ്ത് സർക്കാരിൻ്റെ ഭരണപരാജയങ്ങൾ, ശബരിമല, സ്വർണ്ണക്കൊള്ള, വിലക്കയറ്റം, കാർഷിക മേഖലയുടെ തകർച്ച, തൊഴിലില്ലായ്മ, വന്യമൃഗശല്യം, തീരദേശ മേഖലയുടെ പട്ടിണി, പ്രതിസന്ധി, മേഖലയോടുള്ള അവഗണന, ആശാ വർക്കർമാരുടെ സമരത്തെ അവഗണിച്ചത്, ഈ കാര്യങ്ങളെല്ലാം പഞ്ചായത്തുകളുടെ ഫണ്ട് വെട്ടിക്കുറച്ചത്, പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് പ്ലാൻ ഫണ്ടിൽ, നിയമസഭ പാസ്സാക്കിയ പ്ലാൻ ഫണ്ടിൽ നിന്ന് സർക്കാരിൻ്റെ ഉത്തരവിലൂടെ, ഡിപ്പാർട്ട്മെൻറ്റ് ഉത്തരവിലൂടെ വെട്ടിക്കുറച്ചത്. ഇതൊക്കെയാണ് ക്ഷേമ പദ്ധതികൾ മുടങ്ങി നിൽക്കുന്നത്. വികസന മുരടിപ്പ്, പുതിയ എന്തെങ്കിലും ഒരു ക്ഷേമ പദ്ധതി, ഒരു വികസന പദ്ധതി, ഇപ്പോൾ വിഴിഞ്ഞം പോലെ, മെട്രോയിലെ, വിമാനത്താവളം പോലെ ഒരു പദ്ധതി 10-9 കൊല്ലത്തിനിടയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല, പുതിയ പദ്ധതി. അപ്പോൾ ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ട്, അഴിമതി ഉൾപ്പെടെ. അതാണ് ഞങ്ങളുടെ അത് പക്ഷേ ഈ സാധാരണ ജനങ്ങളിലേക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങൾ എത്തിക്കാൻ UDFന്, കോൺഗ്രസ്സിന് കഴിഞ്ഞതായിട്ട് അങ്ങ് വിശ്വസിക്കുന്നുണ്ട്? അപ്പം നമുക്കറിയാം, ഇപ്പം പത്രദ്വാര അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളത് ഉന്നയിക്കാറുണ്ട്, പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കാറുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ, അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യരുടെ ഇടയിലേക്ക് ഇത് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്? കൃത്യമായിട്ട് ഞാൻ പറയുന്നു, നന്നായിട്ട് എത്തുന്നുണ്ട്. മാധ്യമങ്ങളുടെ വാർത്തകൾ നാളുകൾ നന്നായിട്ട്, നല്ല വിശകലന ബുദ്ധി, വിലയിരുത്തലിൻ്റെ നല്ല പരിശോധന ശക്തിയിലാണ് ആളുകൾ വിലയിരുത്തുന്നത്. രാഷ്ട്രീയം ഞങ്ങളോട് എത്ര പേര് പറയുന്നുണ്ട് ഇതൊന്ന് അവസാനിപ്പിക്കാൻ, നിങ്ങൾ കുറേ കൂടി സജീവമാകണം, ആക്റ്റീവാകണമെന്ന് ഞങ്ങൾ ഉപദേശിക്കുന്ന, എവിടെ ചെന്നാലും, കല്യാണ വീട്ടിൽ ചെന്നാൽ, മരിച്ച വീട്ടിൽ ചെന്നാൽ ഇതൊന്ന് മാറണം എന്ന് പറയുന്ന നിഷ്പക്ഷമതികളെ നിരവധി പേര്. ഞങ്ങളുടെ പ്രവർത്തകർ വീടുകൾ സന്ദർശിക്കുന്നവരാണ്. കോൺഗ്രസ് നേരത്തെ തന്നെ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഭവന സന്ദർശനം നടത്തി ഒട്ടുമിക്ക സ്ഥലങ്ങളിലും.
ഞാൻ തന്നെ എൻ്റെ നിയോജക മണ്ഡലത്തിലെ 14 കമ്മിറ്റികളുടെ കൂടെ 14 ദിവസം ഞാൻ ഭവന സന്ദർശനം നടത്തി. ഒരു 250 വീട് ഞാൻ പോയി. അപ്പോൾ ആളുകളുടെ മനോഭാവം, ഞങ്ങളെ സ്വീകരിക്കുന്നത്, ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നത്, ഞങ്ങൾക്ക് ചെറിയ സാമ്പത്തിക സഹായം തരുന്നതിൽ ആളുകളുടെ മനോഭാവം വളരെ വ്യക്തമാണ്. സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങളിൽ എപ്പോഴാണ് ടാക്സ് എല്ലാം കൂട്ടിയത്, ഇങ്ങോട്ട് ആളുകൾ പറയുകയാണ്, വീട്ടമ്മമാർ ഇങ്ങോട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുകയാണ്, ഇന്ന പോലെ ഈ സർക്കാരിനെ നിങ്ങൾ വിമർശിക്കണം, ഇന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞ് നമ്മളുടെ വിദ്യാഭ്യാസമുള്ളവർ, എല്ലാ മേഖലയിലും പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആളുകൾ, അവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കപ്പെടാത്തതിൻ്റെ വിഷമത്തിലാണ് അവർ. ആ കൂട്ടത്തിൽ പാർട്ടി പ്രവർത്തനവും കൂടെ നടക്കുമ്പോൾ UDF വളരെ ശക്തമായിട്ട് പോകുന്നു, അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. തീർച്ചയായും. പക്ഷേ അപ്പോൾ അങ്ങ് പറഞ്ഞതെന്ന് തന്നെ ഒരു കാര്യമുണ്ട്. അതായത് പ്രവർത്തകർ അനുഭാവികൾ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ കുറച്ചുകൂടി ആക്റ്റീവാകണം. അപ്പോൾ അതിൻ്റെ അകത്തൊരു കോഷൻ കൂടെ ഉണ്ട്. ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടെ ആക്റ്റീവായ, അഗ്രസീവായ ഒരു പ്രതിപക്ഷ പ്രവർത്തനമായിരിക്കണം ഈ നിഷ്പക്ഷമതികളായ ആളുകൾ ഒരുപക്ഷെ ആഗ്രഹിക്കുന്നത്. അതെങ്ങനെയാണ്? അതുകൊണ്ട് അങ്ങനെ ആളുകൾക്ക് ആഗ്രഹമുണ്ട്. പിന്നെ വരുന്ന ഒരു വിഷയം പലപ്പോഴും എന്താ വെച്ചാൽ റിസൾട്ട് ഓറിയൻറ്റഡ്, ഫലം വരുന്നത് വരെ ആളുകൾക്ക് ആകാംക്ഷയാണ്. സർക്കാരിനെതിരെയുള്ള സമരങ്ങളാണെങ്കിലും എത്രയോ സമരങ്ങൾ വന്നു, എത്രയോ ത്യാഗപൂർണമായ സമരങ്ങൾ. ഇപ്പോൾ ഷാഫി പറമ്പിലിൻ്റെ പേരിൽ കള്ളക്കേസ്, അദ്ദേഹത്തെ ആക്രമിച്ചതിന് കള്ളക്കേസ് എടുത്തില്ലേ? യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ, മുഖ്യമന്ത്രിയെ കരിങ്കുടി കാണിച്ച യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ പോലീസ് തല്ലിച്ചതച്ചില്ലേ? എന്നിട്ട് മുഖ്യമന്ത്രി അതിനെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ന്യായീകരിച്ചില്ലേ? തൃശ്ശൂരിലെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനെ ലോക്കപ്പിലിട്ട് ക്രൂരമായിട്ട് തല്ലിച്ചതച്ചില്ലേ സുജിത്തിനെ? അങ്ങനെ സഹനം ഒരുപാടുണ്ടായിട്ടുണ്ട്, സമരങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ നിയമസഭയിൽ LDF നടത്തിയതുപോലെ ഞങ്ങൾ സമരം നടത്തിയില്ല. ഞങ്ങളെ സമരങ്ങൾ കഴിയുന്നത്ര നിയമാധിഷ്ഠിതം, സമാധാനപരം ആയിരിക്കണം, നിഷ്കർഷിക്കുന്ന കൂട്ടത്തിലാണ് ഞാനും. തീർച്ചയായും. അതായത് ഒരു സമരത്തിൻ്റെ പേരിൽ ഒരു കലാപം സൃഷ്ടിക്കുക എന്നുള്ളത് കോൺഗ്രസ്. ഞങ്ങൾ അക്രമ സമരത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇപ്പം എന്താ, ശബരിമല സംഭവത്തിൽ സന്ദീപ് വാര്യർ ഉൾപ്പെടെ പത്തനംതിട്ടയിൽ സമരം ചെയ്തപ്പം ഒരു തേങ്ങ ഉടച്ചു, ഒരു ഗ്ലാസ് പൊട്ടി, അതിനിട്ടിരിക്കുന്ന കേസ്. അതിനാണ് അവരെ നോൺ വെയിലബിൾ സെക്ഷൻ ഇട്ടിട്ട് പൊതുമുതൽ നശിപ്പിച്ചു എന്ന സെക്ഷൻ ഇട്ടിട്ട് അവരെ 15 ദിവസം ജയിലിൽ കിടത്തിയത്. ആ ഒരു പീഡനം ഞങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഞങ്ങളുടെ സമരമുഖങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഇഷ്യൂസ് ഞങ്ങൾ റേസ് ചെയ്യുന്ന അതിലൊരു കാര്യം, പ്രതിപക്ഷത്തിൻ്റെ നിയമസഭാ പ്രവർത്തനം കൂടി നിങ്ങൾ പരിശോധിക്കണം. നിയമസഭയിൽ ഞങ്ങൾ ഈ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തി വിചാരണ ചെയ്യാത്ത ഒരു ഇഷ്യൂ ഇല്ല. തീർച്ചയായും. നമ്മളിപ്പം നേരത്തെ ഷാഫി പറമ്പിലിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ കോൺഗ്രസ്സിൽ വളരെ പെട്ടെന്ന് ഒരു തലമുറ മാറ്റം നടക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ KPCCയുടെ വർക്കിംഗ് പ്രസിഡൻറ്റുമാർ, വൈസ് പ്രസിഡൻറ്റുമാർ, ഇവരെല്ലാം താരതമ്യേന ചെറുപ്പക്കാരാണ്. അപ്പം ഇനിയുള്ള കാലത്ത് കൂടുതൽ ചെറുപ്പക്കാർ സ്വാഭാവികമായിട്ടും വരും. ഈ എങ്ങനെയാണ് ഈ ചെറുപ്പക്കാർ രാഷ്ട്രീയത്തിൻ്റെ മുൻനിരയിലേക്ക് അല്ലെങ്കിൽ ചുമതലകളുടെ മുൻനിരയിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടെ പഴയതിനേക്കാൾ തീവ്രമായ, കുറച്ചുകൂടെ അഗ്രസീവായ സംസാരവും പെരുമാറ്റവും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതിനെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? അവർക്ക് നല്ല പിന്തുണയുള്ളവരാണ്. ഇപ്പോൾ വർക്കിംഗ് പ്രസിഡന്റന്മാർ, ഇപ്പോൾ ഷാഫി ആണെങ്കിലും വിഷ്ണു ആണെങ്കിലും അനിൽകുമാർ, അനുഭവ സമ്പത്ത് ഉള്ളവരും ഉണ്ട്, നല്ല ചെറുപ്പത്തിൻ്റെതായ ഊർജ്ജസ്വലതയുള്ളവരും ഉണ്ട്. KPCCയുടെ ടീം അങ്ങനെയാണ്. ഇപ്പോൾ ഭാരവാഹികളെ പുതിയ ടീമും കൂടെ വന്നപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്ന ഒരു മിശ്രിതമാണ്. തീർച്ചയായും. ഈ നമ്മൾ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് തോന്നിയത്, നമ്മളിപ്പോൾ ഐക്യത്തിൻ്റെ വലിയ കാഹളം നമ്മൾ മുഴക്കുന്നുണ്ട്, നമുക്ക് ജയിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നെല്ലാമുള്ള ബോധം ഓരോ കോൺഗ്രസ് പ്രവർത്തകനും UDF പ്രവർത്തനവും മനസ്സിലുണ്ടാകും. പക്ഷേ അതേസമയം തന്നെ വിമതശല്യം എന്ന് പറയുന്നൊരു ശല്യം, അതിപ്പോൾ ലോക്കൽ ബോഡിയിൽ സാധാരണമാണ്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ എങ്കിലും ഇപ്പോൾ എറണാകുളം പോലെ UDFന് ഒരു കോട്ട എന്ന് UDF കരുതുന്ന സ്ഥലങ്ങളിൽ പോലും വിമതശല്യം വല്ലാതെ വന്നിട്ടുണ്ട്. അവരെ എന്തുകൊണ്ടാണ്, പലരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കൗൺസിലേഴ്സും ഒക്കെയാണ്, കോർപ്പറേഷനിലൊക്കെ ആണെങ്കിലും, എന്തുകൊണ്ടാണ് അവരെ ഒന്ന് നമുക്ക് അനുനയിപ്പിക്കാനോ സമാധാനിപ്പിക്കാനോ ഒപ്പം നിർത്താനോ സാധിക്കാതെ പോകുന്നത്? അങ്ങനെ ഒരു മെക്കാനിസം പാർട്ടിക്കില്ലേ? ഇപ്രാവശ്യം ഞങ്ങൾക്ക് എല്ലാ ജില്ലകളിൽ നിന്നും കിട്ടുന്ന റിപ്പോർട്ട്, എറണാകുളത്ത് ഇപ്പോൾ DCC പ്രസിഡന്റ് ഇതുവരെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു പരിപാടികളിൽ പോയപ്പോൾ, ഏറ്റവും കുറച്ച് റിബൽ ഉണ്ടായ ഒരു ഇലക്ഷനാണ് ഇത്. കേരളം മൊത്തം പരിശോധിച്ചാൽ, എല്ലാ ജില്ലകളിലും പരിശോധിച്ചാൽ, ഞങ്ങളിപ്പോൾ എല്ലാ ജില്ലകളിലുമായിട്ട് യാത്ര ചെയ്യാം, ഏറ്റവും കുറച്ച് റിബലുള്ള മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട്. വാർഡ് കമ്മിറ്റികൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു. ചില സ്ഥലത്ത് 2 പേര് വന്നിട്ടുണ്ടാവും.
പാർട്ടിയുടെ തീരുമാനമെടുത്താൽ, മുന്നണി ഒരു തീരുമാനമെടുത്താൽ അത് അംഗീകരിക്കാൻ എല്ലാവരും തയ്യാറാകണം. സ്ഥാനാർത്ഥി അല്ലാത്ത ആകാൻ, ഔദ്യോഗിക സ്ഥാനാർത്ഥിയാകാൻ കഴിയാത്തവരപ്പം തന്നെ റിബൽ സ്ഥാനാർത്ഥിയാകുകയല്ല വേണ്ടത്. അങ്ങനെ ഒരുപാട് പേരെ പിന്തിരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ചിലരൊക്കെ അവരുടെ മനോഭാവം, അവർക്ക് മത്സരിക്കണം എന്ന ചില ആ ഒരു നിലപാടിൽ മുന്നോട്ട് പോകുന്നവരുണ്ട്. ഇനിയായാലും അവർക്ക് പിന്തിരിയാം. ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി മറ്റെല്ലാവരും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുന്ന എല്ലാവരും പിന്തിരിയണമെന്ന് ഞാൻ വീണ്ടും ഈ ചർച്ചയിലൂടെ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഈ നമ്മളിപ്പം ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പുകൾ പലപ്പോഴും UDF-നോ കോൺഗ്രസിനോ വളരെ അങ്ങ് അനുകൂലമാകാറില്ല. അപ്പോൾ അതിനുശേഷം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ചിലപ്പോൾ ലോക്കൽ ബോഡിയിൽ നിന്ന് വ്യത്യസ്തമായ റിസൾട്ട് ഉണ്ടാകാറുമുണ്ട്. ഈ വർഷത്തെ ഈ ഇലക്ഷനിൽ, ലോക്കൽ ബോഡി ഇലക്ഷനിൽ UDF-ൻ്റെ, കോൺഗ്രസിൻ്റെ ഒരു പ്രതീക്ഷ എന്താണ് വിജയം സംബന്ധിച്ച്? നല്ല വിജയപ്രതീക്ഷയിലാണ്. ഞങ്ങൾക്ക് ഇതുവരെ കിട്ടുന്ന ഒരു വിലയിരുത്തൽ റിപ്പോർട്ട് വെച്ച് എല്ലാ സ്ഥലത്തും നല്ല മുന്നേറ്റം ഉണ്ടാകും. വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് UDF. ഓക്കെ, അങ്ങനെ സംഭവിക്കട്ടെ. മറ്റൊന്ന്, ഇപ്പം 5 മാസം കഴിയുമ്പോൾ 5-ാം മാസം നമുക്ക് നിയമസഭയിലേക്കുള്ള ഇലക്ഷൻ നടക്കുകയാണ്. അപ്പോൾ ലോക്കൽ ബോഡി സെമി ഫൈനലും നിയമസഭ ഫൈനലുമായിട്ട് കരുതുമ്പോൾ, പക്ഷേ നിയമസഭയിലേക്ക് വരുന്നതിന് മുൻപ് ഇപ്പോൾ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അല്ലെങ്കിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം SIR നടപ്പാവുകയാണ്. ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിൻ്റെ തിരക്കിനിടയിലാണ് SIR പരിഷ്കരണം നടക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിനെതിരെ കോൺഗ്രസ് വലിയ പ്രതിഷേധം കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തന്നെ നടക്കുന്നുണ്ട്. SIR-നെ എതിർക്കാൻ നിങ്ങളുടേതായ കാരണങ്ങളുണ്ടാവും. അപ്പോൾ എൻ്റെ ചോദ്യം അതല്ല, SIR-നോട് വളരെ എന്താ പറയുക, സഹകരിക്കുന്ന ഒരു നിലപാടിലാണ്, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തെ നന്നായി ഉപയോഗിക്കുകയാണ് നിങ്ങളുടെ എതിരാളികൾ. അവരതിൽ വളരെ സജീവമായിട്ട് ഇടപെടുന്നുണ്ട്. അവരുടെ അനുഭാവികളുടെ വോട്ട് നഷ്ടപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കാനുള്ള തീവ്രമായ ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട്. കോൺഗ്രസ്സിന് അതിന് സാധിക്കുന്നുണ്ടോ? കോൺഗ്രസ്സിന് എത്രത്തോളം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ബഹളങ്ങൾക്കിടയിൽ SIR-ൽ നിങ്ങളുടെ അനുഭാവികളുടെ, നിങ്ങളുടെ പ്രവർത്തകരുടെ വോട്ട് ഉണ്ട് എന്ന് ഉറപ്പാക്കാനുള്ള എന്ത് മെക്കാനിസമാണ് നിങ്ങൾ ചെയ്യുന്നത്? ഞങ്ങളൊന്ന് SIR കേരളത്തിൽ അൺടൈമിലിയാണ്. ഒന്ന് SIR-നെ പൊതുവിൽ എതിർത്തിട്ടുണ്ട്, അർഹരെ ഒഴിവാക്കുന്നു എന്നതൊരു വിഷയം തന്നെയാണ്. അനർഹർ വരാനിടയുണ്ട്. കേരളത്തിൽ ആർക്കാണ് ഇത്? കൊച്ചുകുട്ടിക്ക് അറിയാമല്ലോ, ഇതിങ്ങനെ പാരലായി ഈ തെരഞ്ഞെടുപ്പിൻ്റെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലെ എല്ലാവരും പങ്കുചേരുന്ന, പ്രവർത്തകർ അണിനിരക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അതേ ടൈം ഷെഡ്യൂളിൽ SIR എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ അത്യാവശ്യം? തീർച്ചയായും ഞാൻ തന്നെ സുപ്രീം കോടതിയിൽ ഞാൻ തന്നെ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. മറ്റു പാർട്ടികളും CPM-ഉം മുസ്ലിം ലീഗും അപേക്ഷ കൊടുത്തിട്ടുണ്ട്, ഗവൺമെൻറ് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ പ്രെയർ എന്താണ്? മിനിമം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇതങ്ങ് തുടങ്ങിയാൽ പോരെ, നീട്ടിവെച്ചുകൂടെയെന്നാണ് ഞങ്ങളുടെ ചോദ്യം. അപ്പോൾ അതിൽ തിരക്ക്, അനാവശ്യമായിട്ടുള്ള തിരക്കാണ്, ഇത് അന്യായമാണ്. എന്നാൽ ഈ അന്യായത്തിൻ്റെ കാലത്തും അതിനോട് അതില്ല, ഒരു യാഥാർത്ഥ്യമായിട്ട് വന്നപ്പം അതിനോട് സഹകരിക്കാൻ ഞങ്ങൾ എല്ലാ പാർട്ടി ഘടകങ്ങൾക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ BLA-മാർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ഈ പഞ്ചായത്ത് ഇലക്ഷൻ്റെ 1ഉം 2ഉം സ്റ്റേജ് കഴിഞ്ഞു. നോമിനേഷൻ കൊടുത്തു, സ്ക്രൂട്ടിനി കഴിഞ്ഞു, വിഡ്രോവൽ കഴിഞ്ഞു. ഇനിയാണ് ഹൗസ് ടു ഹൗസ് ക്യാമ്പയിൻ. ആ ക്യാമ്പയിനിൽ പോകുന്ന എല്ലാവരോടും, ആ ക്യാമ്പയിനിൽ പോകുമ്പോൾ BLA-മാർ, സ്ഥാനാർത്ഥികൾ എല്ലാവരും വീടുകളിൽ ഇത് സംബന്ധിച്ച് അന്വേഷിക്കണം. BLO നിങ്ങളെ വീട് സന്ദർശിച്ചിട്ടുണ്ടോ, ഫോം തന്നിട്ടുണ്ടോ, ഫോറം പൂരിപ്പിച്ചിട്ടുണ്ടോ, തിരികെ വാങ്ങിയിട്ടുണ്ടോ, തിരികെ കൊടുത്തിട്ടുണ്ടോ എന്ന എൻക്വയറി നടത്തി അവരെ സഹായിക്കാനും അതിന് പ്രത്യേക കൗണ്ടറുകൾ വാർഡ് അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മിറ്റിക്കാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഇത് ജനങ്ങളെ സഹായിക്കാനുള്ള കൗണ്ടർ ഇടാനും ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. തീർച്ചയായും. കാര്യം ഒരുപക്ഷെ ഈ SIR-ൻ്റെ അടിസ്ഥാനത്തിലുള്ള വോട്ടർ പട്ടിക വെച്ചായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കോൺഗ്രസ് അതിൻ്റെ അകത്ത് ഉഷാറായ പ്രവർത്തനം നടത്തിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗൗരവം ഞങ്ങൾക്ക് അറിയാം, അതിൻ്റെ അപകടവും ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് വളരെ അടുത്താണ്. അപ്പം എന്താണ് നിയമസഭ, ഇപ്പം നമ്മളിപ്പോൾ ലോക്കൽ ബോഡിയിൽ ഉന്നയിച്ച അതേ പ്രശ്നങ്ങൾ ആയിട്ട് തന്നെയാണോ നമ്മൾ നിയമസഭയിലേക്ക് മുന്നോട്ട് പോകുക? സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെതിരെ ലോക്കൽ ബോഡി 2 തരത്തിലുണ്ട്. സർക്കാരിനെതിരായിട്ടുള്ള പൊതു വിഷയങ്ങൾ, പിന്നെ ഓരോ പ്രാദേശിക, എറണാകുളത്ത് വ്യത്യസ്ത പ്രശ്നമുണ്ട്, കൊല്ലത്ത് വേറെ എന്തുണ്ട്, തിരുവനന്തപുരത്ത് വേറെയുണ്ട്, കോഴിക്കോട് വേറെയുണ്ട്, തൃശ്ശൂർ വേറെ ഉണ്ടാവും, കണ്ണൂരിൽ ഞങ്ങൾ നടത്തിയ വികസനത്തിൻ്റെ മുഖം ഉണ്ടാവും. അതോടൊപ്പം സ്റ്റേറ്റ് രാഷ്ട്രീയം, അതാണ് പ്രധാനപ്പെട്ടത്. അതുകൂടി ചർച്ചാ വിഷയമാവില്ല, അതാണ് മെയിൻ ഫോക്കസ്.
ഈ നമ്മളിപ്പോൾ തിരിച്ച് ലോക്കൽ ബോഡിയിലേക്ക് ചിന്തിച്ചാൽ നമ്മൾ സാധാരണ വ്യത്യസ്തമായിട്ട് മുൻ MLA-മാരെ ഇപ്പോൾ ശബരിനാഥനെ പോലെ അനിലക്കരെ പോലുള്ളവരെല്ലാം പഞ്ചായത്ത് അല്ലെങ്കിൽ ത്രിതല തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നുണ്ട്. അതിൽ നിന്ന് പാർട്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ് എന്താണ്? ഇപ്പോൾ തിരുവനന്തപുരം പോലുള്ള ഒരു സ്ഥലത്ത് ശബരിനാഥ് മത്സരിക്കുന്നു, തീർച്ചയായിട്ടും ഒരു ജനശ്രദ്ധ വരും. അതിനപ്പുറത്തേക്ക് അതൊരു വോട്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അവരൊക്കെ നല്ല വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളാണ്. ആ സീറ്റും ജയിക്കും. അതോടെ ഒരു നല്ല ലീഡർഷിപ്പിനെ അവിടെ നമ്മൾ മുന്നോട്ട് വെച്ച് അത് വോട്ടർമാർക്ക് കൂടുതലായിട്ടുള്ള പ്രതീക്ഷ നൽകും. അതാണ് അതിൻ്റെ ഒരു കാര്യം. അങ്ങ് സിറ്റിംഗ് MLA ആണ്, KPCC പ്രസിഡൻറ്റുമാണ്. ഇപ്പോൾ ഈ നിയമസഭാ ഇലക്ഷനെ പറ്റി നമ്മളിപ്പോൾ ചോദിക്കുന്നത് വളരെ മുന്നെയാണ് എന്നെനിക്കറിയാം. എങ്കിൽ പോലും അങ്ങ് വീണ്ടും മത്സരിക്കുമോ? നേരത്തെ മനോരമയുടെ ഒരു പരിപാടിയിൽ കോൺക്ലേവ് ഇല്ലേ, ന്യൂസ് കോൺക്ലേവ്, ആ കോൺക്ലേവിൽ എന്നെ ഇരുത്തിക്കൊണ്ട് തന്നെ എന്നോടും ഗോവിന്ദ മാഷോടും ഇതേ ചോദ്യം ചോദിച്ചു. അപ്പോൾ ഗോവിന്ദ മാഷ് പറഞ്ഞു ഞാൻ മത്സരിക്കുന്നില്ല എന്ന്. ഗോവിന്ദ മാഷ് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഞാൻ മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനർത്ഥം എന്തും സംഭവിക്കാം. ഇതേപോലെ അന്നും കൈയടിച്ചു ആ പോയിന്റിന്. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ അപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം ഉണ്ടാവട്ടെ, പ്രവർത്തനങ്ങളൊക്കെ ഏറ്റവും നന്നായിട്ട് നടക്കട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ സദസ്സുമായിട്ട് ഒന്ന് സംസാരിക്കാനുള്ള ഒരു അവസരമാണ്. ഏതാനും ചോദ്യങ്ങൾ നമ്മൾ ചോദ്യങ്ങൾ ചുരുക്കി ചോദിക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. വളരെ ചുരുക്കിയായി ചോദിക്കുന്നത് എഴുതി വായിക്കുകയാണ്. ബൂത്ത് തലം മുതൽ ജില്ലാതലം വരെയുള്ള BLO-മാരുടെ പ്രവർത്തനത്തിൽ സഹായികളായി ഭരണകക്ഷി ഭാരവാഹികളെ ഉൾപ്പെടുത്തിയുള്ള വിവിധ കമ്മിറ്റികൾ രൂപപ്പെടുത്തുന്നതിൻ്റെ മാർഗ്ഗരേഖകൾ പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. അതായത് ഗവൺമെൻറ് ചെലവിൽ ഇലക്ഷൻ പ്രചരണം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? അതിന് എന്ത് നടപടിയാണ് താങ്കൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് വിശദീകരിക്കാമോ? 2, മുഖ്യമന്ത്രി പദത്തിനായി കൊതിക്കുന്നവരും ശ്രമിക്കുന്നവരുമായി കുറഞ്ഞത് 6 പേരുടെ പേരുകൾ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നു. പടക്കളത്തിൽ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും? ഒന്ന്, നേരത്തെ പറഞ്ഞ സർക്കാർ സംവിധാനം പാർട്ടി പരിപാടിയാക്കി മാറ്റുന്നതിനെ ഞങ്ങൾ ചെറുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞത് ശരിയാണ്. അത് CPM-ൻ്റെ ഒരു പൊതു സമീപനമാണ്. അതിനെ ഞങ്ങൾ ചെറുത്തിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തന്നെ ആ കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പിന്നെ കോൺഗ്രസ്സിലെ മുഖ്യമന്ത്രിയാകാൻ അർഹതയുള്ളവർ പലരുണ്ട്. അതിന് വളരെ വ്യക്തതയുള്ളൊരു കാര്യമാണ്. കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുന്ന സാഹചര്യത്തിൽ MLA-മാരുടെ ഒപ്പീനിയൻ കൂടി ചോദിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ് പാർലമെൻ്ററി പാർട്ടി ലീഡറെ തീരുമാനിക്കും. അതാണ് കോൺഗ്രസിൻ്റെ കീഴ്വഴക്കം. ആ കീഴ്വഴക്കം തന്നെ ആവർത്തിക്കും. കൂടുതൽ നേതാക്കന്മാരുള്ള കഴിവുറ്റ പ്രഗത്ഭമതികളുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അതുകൊണ്ട് പേരുകൾ മാധ്യമങ്ങൾ ഉയർത്തുന്നതാണ്. അവരാരും സ്വന്തം നിലയ്ക്ക് ഉയർത്തിയിട്ടില്ല. സർ നമസ്കാരം. 2 ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഒന്ന്, നമ്മൾ ഡെയിലി കാണുന്നതാണ് ഒരുതരം മാധ്യമ വിചാരണയും മാധ്യമ തീർപ്പ് കൽപ്പിക്കലും ഇപ്പോൾ നടക്കുന്നുണ്ട് പല വിഷയങ്ങളിലും. നമ്മളത് കാണുന്നതാണ്. കൃത്യമായ അജണ്ട സെറ്റ് ചെയ്ത് പല മാധ്യമങ്ങളും എങ്ങനെയാണ് പാർട്ടിയെ മുന്നണിയെ വേട്ടയാടുന്നതെന്നുള്ളത്. ഭരിക്കുന്ന ഗവൺമെൻറ്റിനെതിരെ പല പ്രസക്തമായ വിഷയങ്ങൾ നിലനിൽക്കുമ്പോഴും എങ്ങനെയാണ് കേരളത്തിലെ പല പ്രമുഖ മാധ്യമങ്ങളും ഇടപെടുന്നത്, അവരുടെ അജണ്ടകൾ എന്താണെന്നുള്ളത് കൃത്യമായി നമ്മൾ കണ്ടു ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ടല്ലോ. അപ്പോൾ അത്തരം അജണ്ട സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഏത് തരത്തിലുള്ള ജാഗ്രതയാണ് പാർട്ടി പുലർത്താൻ പോകുന്നത്? രണ്ടാമത്തെ കാര്യം, ഇതൊരു സാംസ്കാരിക പരിപാടി ആയതുകൊണ്ട് കൂടി ചോദിക്കുകയാണ്. നമ്മുടെ കോൺഗ്രസിൻ്റെ സാംസ്കാരിക രംഗത്തേക്കുള്ള ഇടപെടൽ മുൻകാലങ്ങളിൽ ഉള്ളതുപോലെ വരും കാലങ്ങളിലേക്ക് എങ്ങനെയാണ്? കാരണം ഗംഭീരമായി വായിക്കുന്ന പല നേതാക്കളുണ്ട്. രമേശ് ചെന്നിത്തലയെ പോലെ, PC വിശ്വനാഥിനെ പോലെ, CR മഹേഷിനെ പോലെയൊക്കെ ഗംഭീരമായ വായനയൊക്കെ വെച്ച് പുലർത്തുന്ന ഒരുപാട് നേതാക്കളുള്ളൊരു പാർട്ടിയാണ്. അപ്പോൾ സാംസ്കാരിക രംഗത്തേക്കുള്ള കോൺഗ്രസിൻ്റെ സംഭാവനകൾ ഭാവിയിൽ എങ്ങനെ നോക്കിക്കാണാൻ സാധിക്കും? വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ ആര്യാടൻ ഷൗക്കത്തായിരുന്നു കോൺഗ്രസിൻ്റെ സാംസ്കാരിക സാഹിതി എന്ന ആ വിഭാഗത്തിൻ്റെ നേതൃത്വം വഹിച്ചിരുന്നത്. പിന്നീട് പറഞ്ഞ പോലെ മഹേഷ് MLA ആ രംഗത്തേക്ക് വന്നു. അതേ ഇപ്പം തന്നെ നമുക്കെല്ലാം അറിയാം, സ്വർണ്ണപ്പാളി എന്നുള്ള സിനിമ നാടകം ഇപ്പം തന്നെ മഹേഷിൻ്റെ നേതൃത്വത്തിൽ പല സ്ഥലത്തും പ്രദർശിപ്പിച്ച് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊടുപുഴ ഉണ്ടായിരുന്നു. അപ്പോൾ സാംസ്കാരിക രംഗത്തും കോൺഗ്രസ് വലിയ ശ്രദ്ധ ആ മേഖലയിൽ, അതുപോലെ സാഹിത്യ മേഖലയിലും എഴുത്തുകാരുടേതായ മേഖലയിലും വളരെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നു. മാധ്യമങ്ങൾ രാഷ്ട്രീയ താല്പര്യത്തോടെ, കച്ചവട താല്പര്യത്തോടെ സത്യവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ജനങ്ങളാണ് അതിലെ വിധികർത്താക്കൾ. ജനങ്ങൾക്ക് തിരിച്ചറിയും. അത്തരം മാധ്യമങ്ങളുടെ ദുഷ്ട പ്രചരണങ്ങൾ, അസത്യ പ്രചരണങ്ങൾ അത് വിലപ്പോവില്ല. ഞങ്ങളതിനെ ചെറുക്കാനുള്ള സംഘടനാശേഷി ഞങ്ങൾക്കുണ്ട്. ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് കാര്യങ്ങൾ.
സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ജോസ് ചെതലൻ ജോച്ചെ ഫ്രം ചാലക്കുടി. എനിക്ക് ഒരു മതത്തിലോ ഒരു രാഷ്ട്രീയ പാർട്ടിയിലോ വിശ്വാസമില്ലാത്ത 70 വയസ്സ് കഴിഞ്ഞ ഒരു സീനിയർ സിറ്റിസനെ 4 കാര്യങ്ങൾ കോൺഗ്രസ്സിന് ചെയ്യാൻ പറ്റുമോ ഭരണത്തിൽ വന്നാൽ? ഇതാണ് എൻ്റെ ചോദ്യം. നമ്പർ 1, 10,000 രൂപ വെച്ച് 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഒരു നിബന്ധനകളും കൂടാതെ കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ പെൻഷൻ? നമ്പർ 1. ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്നത് ജോലിക്ക് സമയത്ത് ശമ്പളമുണ്ട്, 2-3 പെൻഷൻ മേടിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ നിർത്തിയിട്ട് എല്ലാവർക്കും തുല്യമായിട്ട് 10,000 രൂപ വെച്ച് പെൻഷൻ കൊടുക്കാൻ പറ്റുമോ? നമ്പർ 1. നമ്പർ 2, ഇന്ന് കേരളത്തിൽ നടക്കുന്നത് വനിതാ കമ്മീഷനുണ്ട്. ഒരു പുരുഷ കമ്മീഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? മൂന്നാമത്തെ ഒരു ചോദ്യം, അതായത് നമുക്ക് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ഷൻ എടുക്കുമ്പോൾ മത നേതാക്കന്മാരെയും സമുദായ സംഘടനാ നേതാക്കന്മാരെയും പോയി കാല് പിടിക്കണം. അപ്പോൾ ഭരണത്തിൽ വന്നാൽ തീർച്ചയായിട്ടും അവരെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് മതത്തെ വിട്ടുപിരിഞ്ഞിട്ട് രാഷ്ട്രീയം ഒറ്റയ്ക്കാക്കാൻ പറ്റുമോ? ഒരു മത നേതാക്കന്മാർക്കും സ്ഥാനം കൊടുക്കണ്ട, അവർ രാജാക്കന്മാർ ജീവിക്കുക ജനങ്ങളുടെ പേരുണ്ട്. ഇന്ന് സത്യം പറയുകയാണെങ്കിൽ ദൈവങ്ങൾക്ക് അവരുടെ സ്വത്ത് സൂക്ഷിക്കാൻ അറിയാത്ത കാലഘട്ടം. ഒരു CC ക്യാമറ വേണം ഇന്ന് കള്ളന്മാരെ പിടിക്കാൻ. ഒരു ദൈവത്തിനും കൂട്ടിയാൽ കൂടുതൽ അവരെ സൂക്ഷിക്കുക. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം കാണാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? ഈ 3 ചോദ്യങ്ങൾ. ശരി. സമയത്തിന്റെ പരിമിതി ഉണ്ടെന്ന് പരിമിതിയുണ്ട്. വക്കീലെന്ന് വിളിക്കുന്നതാണ് ഇഷ്ടമെന്ന് പറഞ്ഞല്ലോ. കാരണമായി പറഞ്ഞത് അതിന് മാറ്റമില്ല എന്നാണ്. അതുപോലെ പാർട്ടി പ്രവർത്തകരുടെയും അണികളുടെയും ജനങ്ങളുടെയും അങ്ങനെയുള്ള സ്നേഹവും മാറ്റമില്ലാതെ തുടരട്ടെ എന്ന് ആശംസിക്കുന്നു.